കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇന്ത്യ 79ാം വർഷം സ്വാതന്ത്ര്യം കിട്ടിയത് ആഘോഷിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ വർഷവും അതിങ്ങനെ ആഘോഷമായി കൊണ്ടാടുന്നു. അതെല്ലാ രാജ്യത്തിൻ്റെയും ഒരു സന്തോഷവും അവകാശമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമുക്കറിയാം. 700-ൽ പരം നാട്ടുരാജാക്കന്മാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അവരവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ അഭിപ്രായങ്ങൾക്കൊത്തവണ്ണം ജാതി മത വിദ്വേഷങ്ങൾ പുലർത്തി വന്നൊരു കാലം. വർണ്ണവിവേചനം, ചാതുർവർണ്ണ്യം, ദൈവത്തിൽ നിന്ന് വ്യത്യസ്തമായി ജനിച്ച മനുഷ്യരുടെ കഥകളെല്ലാം പ്രചരിപ്പിച്ച ഒരു നാടായിരുന്നല്ലോ. ബ്രാഹ്മണൻ തലയിൽ നിന്ന് അടുത്തത് ക്ഷത്രിയൻ, അതിൻ്റെ താഴെ നമ്മുടെ നെബൂഖദ്നേസർ രാജാവ് കണ്ട ബിംബം പോലെ തല സ്വർണം, നെഞ്ച് വെള്ളി, പിന്നീട് ഇരുമ്പ്, കാല്, അങ്ങനെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ, പിന്നെ അവസാനം ശൂദ്രർ, അതിന് താഴെയുള്ള മനുഷ്യരെ എണ്ണത്തിൽ കൂട്ടിയിട്ടുമില്ലായിരുന്നു. അതായത് ശൂദ്ര തന്നെ നായർ വംശത്തിൽപ്പെട്ടവരാണല്ലോ. അവരിവരുടെ പാദസേവ ചെയ്യുവാൻ വേണ്ടി അവരെ അവഗണിക്കപ്പെട്ടൊരു കൂട്ടരായിട്ട് ആ കാലത്ത് കാണപ്പെട്ടിരുന്നു. പിന്നീട് അതിൻ്റെ താഴെയുള്ളവർ നമുക്ക് കേരളത്തിലെടുത്തു കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമി പരസ്യമായി പറഞ്ഞില്ലേ, കേരളം ഭ്രാന്താലയമാണ്. ഇത്രയും ഭയങ്കരമായ സംഭവങ്ങൾ നടമാടിയിരുന്ന ഒരു രാജ്യമായിരുന്നല്ലോ. അപ്പോൾ അന്ന് പ്രജകൾ, ഇന്ന് പൗരന്മാർ. അതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നും പിന്നും. AD BC എന്ന് പറയുന്ന പോലെ സ്വാതന്ത്ര്യത്തിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ പ്രജകളാണ്. പ്രജകൾ പ്രജാപതി അല്ലെങ്കിൽ രാജാവിനെ സേവിക്കണം. നോക്കണം, രാജാവിനെ സേവിക്കുന്നതാണെന്നുള്ളതാണ്. അത് നമുക്കറിയാം. ഇസ്രായേലിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അന്നത്തെ ജനങ്ങൾ ശമൂൽ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു രാജാവിനെ തരണം. അപ്പോൾ ദൈവം നേരിട്ട് അവരെ നടത്തുന്നത് അവർക്ക് അത്ര താല്പര്യമില്ല. കാരണം അവർ നോക്കുമ്പോൾ അന്യജാതിക്കാരായ രാജാവിനെ എഴുന്നള്ളിച്ച് തേരിലൊക്കെ കൊണ്ടുപോയി ചുറ്റും നടന്ന് ഡാൻസും ബഹളവും ആർഭാടവും അഴിഞ്ഞാട്ടും എല്ലാം നടത്തി ഇങ്ങനെ സന്തോഷിക്കുന്നു. അപ്പോൾ ശമൂൽ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ഒരു രാജാവിനെ നിങ്ങൾക്ക് തന്നാൽ അവർ നിങ്ങളെ അടിമയാക്കും. നിങ്ങളുടെ കന്യകമാരായ സ്ത്രീകളെ അല്ലെങ്കിൽ സൗന്ദര്യമുള്ളവരെ അവൾ കൊണ്ടുപോകും. ആരോഗ്യമുള്ള പുരുഷന്മാരെ തൻ്റെ രഥം വലിക്കുവാനോ അല്ലെങ്കിൽ മറ്റു ജോലിക്ക് കൊണ്ടുപോകും. അപ്പോഴവർക്ക് ആഗ്രഹം, മറ്റുള്ളവർ ചെയ്യുന്ന അന്യജാതിക്കാർ അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്ന പോലെയുള്ളതായ സംസ്കാരം ഞങ്ങൾക്കും വേണം. അങ്ങനെ സന്തോഷമല്ലാതെ ദൈവം കോപത്തിലൊരു രാജാവിന് കൊടുത്തെന്നാണ്. ആ രാജാവ് പിന്നീട് നമുക്കറിയാം ശരിയായ പരിജ്ഞാനവും അറിവില്ലാത്ത രാജാവായിരുന്നുകൊണ്ട് ഒരുപാട് ജനം കഷ്ടപ്പെട്ടു. എന്നാൽ നല്ല രാജാക്കന്മാരുണ്ടല്ലോ കേരളത്തിൽ തന്നെ, നമുക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ നല്ല രാജവംശത്തിൽപ്പെട്ടവർ, നല്ല രാജാക്കന്മാർ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും തമ്മിൽ യുദ്ധമില്ലായിരുന്നു. യുദ്ധം നടത്തി ഒരുത്തിനെ ഇല്ലാതാക്കണം, എന്നിട്ട് തനിക്ക് വാഴണം. ഇങ്ങനെ 700ഓളം നാട്ടുരാജാക്കന്മാർ ഈ ഭൂമിയിൽ, ഈ ഇന്ത്യയിൽ വാഴുമ്പോൾ പിന്നീട് നമുക്കറിയാം മുഗളൻ വംശക്കാർ, ബാബർ മുതൽ ഔറംഗസീബ് വരെ ഉള്ള മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യയെ ഭരിച്ചിരുന്നു. പിന്നീട് അപ്പോഴും ഈ നാട്ടുരാജാക്കന്മാരെല്ലാം ഉണ്ട്. കേരളം തന്നെ നമുക്കറിയാം എത്രയോ പ്രവിശ്യകളായിട്ടാണ് ഇല്ലയോ, തിരുവിതാംകൂർ, തിരുക്കൊച്ചി, മലബാർ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പോയിക്കൊണ്ടിരുന്ന രാജ്യങ്ങളെ തമ്മിലടിച്ചും ബഹളം ഉണ്ടാക്കിയും ജാതി വർണ്ണം പറഞ്ഞും ആ കാലങ്ങളിൽ നമുക്കറിയാം ശിശു വിവാഹം, 10 വയസ്സും 12 വയസ്സുള്ള കുട്ടികളെയാണ് വിവാഹം ചെയ്ത് കൊടുക്കുന്നത്. അതും പ്രായമുള്ള മനുഷ്യർ, 80-70 വയസ്സുള്ള മനുഷ്യർക്ക് കൊച്ചുമകളേക്കാൾ പ്രായമുള്ളവർ കല്യാണം കഴിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായത്, ശിശു വിവാഹം. ഇനി അഥവാ ഈ കിളവൻ മരിച്ചു പോയാൽ അയാളുടെ നിയമം എന്താ, ഈ ശിശു അല്ലെങ്കിൽ ഈ 12 വയസ്സുള്ള പെൺകുട്ടിയെ കൂടെ ഇദ്ദേഹത്തിൻ്റെ ശവത്തോട് ചേർത്ത് മുറുക്കി വെച്ചിട്ട് ചെതയിൽ എറിഞ്ഞു കളയും. അപ്പോൾ ശിശുവിവാഹം, സതി, എന്തോ ഒരു അന്യായമായ കാര്യങ്ങളാണ് മുൻപ് നടന്നുകൊണ്ട് നാട്ടുരാജാക്കന്മാരുടെ കാലത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പിന്നീട്
ഈ പറഞ്ഞ പോലെ അടിമത്തനം, ഓരോരുത്തരുടെയും അതിരുകൾ നിശ്ചയിച്ച് വർണ്ണവിവേചനം, ജാതി വ്യത്യാസം ഉണ്ടാക്കി നടത്തിയ കാലം. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മോചനം കൊടുത്തത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ കാലത്തോടാണ്. ഞാൻ പഠിക്കുന്ന സമയത്തിൽ ഒരു ഇംഗ്ലീഷ് നോട്ടിറ്റേജ് പഠിച്ചത് ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്. ലോസ്റ്റ് ഹൊറൈസ് എന്നാണ് എൻ്റെ പേര്. ആ ലോസ്റ്റ് ഹൊറൈസിലെ ഒരു വിദേശി റൗണ്ട് ദ വേൾഡ് ഇൻ 80 days, 80 ദിവസം കൊണ്ട് മുഴുവൻ, അന്നത്തെ കാലം കേട്ടോ, അന്ന് പ്ലെയിൻ കണ്ടുപിടിച്ച കാലമല്ലല്ലോ, ട്രെയിനും. അപ്പോൾ 80 ദിവസം കൊണ്ട് ലോകം ചുറ്റി വരുമെന്ന് പറഞ്ഞ ക്ലബിൽ ഒരു പന്തയം വെച്ച് അങ്ങനെ ഒരു മനുഷ്യൻ, ഞാൻ പേര് മറന്നുപോയി, ഇറങ്ങി തിരിച്ചു. താൻ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇതുപോലുള്ള ഇത് കണ്ടിട്ട് തനിക്ക് മനം നൊന്ത് ഒരു ചിതയിൽ കിടന്നൊരു പെൺകുട്ടിയെ രക്ഷിച്ച് തൻ്റെ കുതിരപ്പുറത്ത് കൊണ്ടുപോവുകയും അങ്ങനെ പല സംഭവങ്ങൾ. അപ്പോൾ ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഇന്ത്യയിൽ നടന്നതായ സംഭവങ്ങളെക്കുറിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ മനുഷ്യന് ഇങ്ങനെയുള്ളതായ പല ദുരാചാര ചടങ്ങുകളും. അപ്പോൾ അതിന് ആ കാലങ്ങളിൽ നമുക്കറിയാം, വില്യം കേറി, കൽക്കട്ടയിൽ ബംഗാൾ സ്ഥാപിതനായ പ്രവർത്തിച്ചിരുന്ന വില്യം കേറിയാണ് ആദ്യമായിട്ട് ഈ സതി നിർത്തലാക്കാൻ ബ്രിട്ടീഷുകാരോട് ഇത് ആദ്യമായിട്ട് അഭ്യർത്ഥിച്ചത്. തന്നെയല്ല, അതിനുവേണ്ടി താൻ പരിശ്രമിക്കുകയും ചെയ്തു. അതിനോട് ചേർന്ന് പിന്നീട് രാജാ റാം മോഹൻ റായ് ഇന്ത്യയിലെ ഒരു സമ്പന്ന നേതാവായിരുന്നു. പിന്നീട് എന്താ പേര്, ഒരു സുവിശേഷ പ്രവൃത്തി ഉണ്ട് കൽക്കട്ടയിലെ പൂനായിൽ പ്രവർത്തിച്ച രമാദേവി, പണ്ഡിറ്റ് രമാദേവി, ഇവരെല്ലാം അന്നത്തെ വിധവകളായ സ്ത്രീകളെ സംരക്ഷിക്കുന്നവരായിരുന്നു. ഒരുപാട് സ്ത്രീകൾ മരണഭയം കൊണ്ട് ഇവർ ഭർത്താവ് മരിച്ച ഉടനെ ഈ പറഞ്ഞ പോലെ തലയെല്ലാം വടിച്ച് വേറെ മഞ്ഞളും സിന്ധു ഇതെല്ലാം പൂശിക്കൊണ്ട് കാട്ടിലേക്ക് പോകും. കാട്ടിപ്പോയുള്ള അവസ്ഥ നോക്കി. എന്നാൽ അന്നത്തെ കാലത്തിൽ ഈ രാജാക്കന്മാരെല്ലാം ബ്രിട്ടീഷുകാരോട് എതിർത്ത് നിന്നുകൊണ്ട് ഏകദേശം 60,000 മേലെ വിധവമാരെ അണിനിരത്തി എന്നാണ് പറയുന്നത്. ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊരു രാജ്യത്തു നിന്ന് പല മോചനങ്ങൾ ബ്രിട്ടീഷുകാർ കാലത്ത് നമുക്ക് കിട്ടിയിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയെ പല കാര്യങ്ങൾ കൊള്ളയടിച്ചെന്നൊക്കെ പറയുന്നു അല്ലേ. ക്ഷേത്രങ്ങളിലെ ഒഴിവുള്ള സ്വർണ്ണവും വെള്ളിയൊക്കെ അവർ കൊണ്ടു. പക്ഷേ അവർ ചെയ്ത നന്മകൾ ഒരുപാടില്ലേ. ഏറ്റവും പ്രധാനമാണ് ഇന്ത്യൻ റെയിൽവേ. ഇങ്ങനെ ഒരു ഇന്ത്യൻ റെയിൽവേയെ 1947 മുമ്പ് ഇന്ത്യക്കാരുടെ നാട്ടുരാജാക്കന്മാർക്ക് സ്വപ്നം കാലം പോലും കാണാൻ സാധ്യമല്ലായിരുന്നു. നമ്മുടെ ഇടുക്കിയിലെ എസ്റ്റേറ്റുകൾ ഇത്രയും മനോഹരമായി 10,000-കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ തക്കവണ്ണം ഈ എസ്റ്റേറ്റെല്ലാം ഉണ്ടാക്കിയതാരാ? ബ്രിട്ടീഷുകാരല്ലേ, മറന്നുപോകരുത്. ഇന്നിപ്പോൾ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും ചില പ്രത്യേക താല്പര്യങ്ങളോടുകൂടി നന്മകളെ തൃണവൽക്കരിച്ചുകൊണ്ട് ദോഷവശങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വിഷം കുത്തുന്നൊരു കാലമാണ്. ഏത് കാര്യം നോക്കുക. ഇപ്പോൾ കന്യാസ്ത്രീയുടെ വിഷയം വന്നപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം ഇല്ലേ, ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തതിന് സുരേഷ് ഗോപി എന്ത് ചെയ്യാൻ നോക്കും? പക്ഷെ അദ്ദേഹത്തെ ഇല്ലാതാക്കണം. നമുക്കെല്ലാവരും ഒരുപോലെയാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല മനുഷ്യല്ലേ ആണ്. താൻ ആർക്കും ദോഷം ചെയ്യുന്നവനല്ല, നന്മയെ ചെയ്തിട്ടുള്ളൂ. തൃശ്ശൂരിൽ തോറ്റിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഒരു പക്ഷം ചേർന്നുകൊണ്ട് മനുഷ്യൻ കാണിക്കുന്ന വികൃതികൾ, ഇത് മനുഷ്യൻ്റെ കുറ്റമല്ല. കാരണം സാത്താൻ മുഴു ശക്തിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. തിന്മയ്ക്ക് വലിയ പ്രോത്സാഹനം കൊടുക്കുന്നൊരു കാലമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വടക്കേന്ത്യയിൽ കണ്ടില്ലേ, ക്രിസ്ത്യാനികളെ ഒരുപാട് പേരെ കൊന്നൊടുക്കുന്നുണ്ട്. അതിപ്പോൾ പ്രധാനമന്ത്രിയോ അവിടുത്തെ പ്രസിഡൻറ്റിനോ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലായിപ്പോയി. ഒരു കാലത്ത് ഇതിനെല്ലാം പ്രോത്സാഹനം കൊടുത്തവർ തന്നെ ഇപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയായിപ്പോയി. പണ്ട് നമ്മുടെ പിണറായി വിജയൻ സാറ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ കമ്മ്യൂണിസ്റ്റുകാരും DYFകാരെയും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സമയം നമ്മൾ കണ്ടു. അദ്ദേഹം വളരെ ഷൗട്ട് ചെയ്യുന്നത് കണ്ടു. അവിടെയുള്ള പ്രവൃത്തികൾ, വേണ്ടാത്ത സമരങ്ങളെല്ലാം പിടിച്ചു. കാരണം ഇവർ തന്നെയാണ് ഇതിനെല്ലാം തുടക്കം ഇട്ട് കൊടുത്തത്. ഇപ്പോൾ കേന്ദ്രത്തിലും ഇവിടെയും നിയന്ത്രിക്കാൻ വയ്യാത്ത വിധത്തിലായി പോകുന്നു. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ, മനുഷ്യൻ്റെ രക്തത്തിൽ വേണ്ടാത്ത വീര്യം, നെഗറ്റീവ് വീര്യങ്ങൾ പകർന്നു കൊടുത്ത് അതാണിപ്പോൾ BJPക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കരുതെന്നും കടൽ കടക്കരുതെന്നും ഒരു കാലത്ത് ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാർ പ്രോത്സാഹിപ്പിച്ചു. കാരണം അവിടുത്തെ സംസ്കാരം അറിവൊന്നും പ്രാപിക്കാൻ പാടില്ല, അത് വലിയ പാപമാണെന്നും ദൈവത്തിന് വിരോധമാണെന്നൊക്കെ പഠിപ്പിച്ചു കടൽ കിടക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് വിവേകാനന്ദ സ്വാമിയും അല്ലെങ്കിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട നെഹ്റു
ഗാന്ധിജി ഉൾപ്പെടെയുള്ളതായ മഹോന്നതന്മാരെല്ലാം വിദേശത്ത് പോയല്ലേ പഠിച്ചത്. കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റി പഠിച്ചതിൻ്റെ നന്മയാണ് അവർ കണ്ടത്. അപ്പോൾ ഇതെല്ലാം മറന്നു പോവുകയാണ് ഇന്നത്തെ ജനങ്ങൾ. എന്നിട്ട് വെറുതെ ഇല്ലാത്ത കാര്യങ്ങളെ പഠിപ്പിച്ച് മനുഷ്യനെ ചിത്രത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്പിരിറ്റ്, അതാണ് സാത്താൻ. ഞാൻ സാത്താൻ എന്ന് പറയത്തുള്ളൂ. അത് ഇസ്ലാമിസ്റ്റിലായാലും ശരി, ക്രിസ്തു മതക്കാരിലായാലും ശരി, ഹൈന്ദവരിലായാലും ശരി, പ്രവർത്തിക്കുന്നത് ഈ സാത്താനാണ്. അപ്പോൾ നമ്മുടെ യുദ്ധം ആരോടാണ്? നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഈ സാത്താനോടാണ് നമ്മുടെ യുദ്ധം. അതിനെവിടെ പോയി യുദ്ധം ചെയ്യണം? നമ്മുടെ ജിഹാദ് നമ്മോട് തന്നെ ആയിരിക്കണം. നിങ്ങളിൽ പോരാടുന്ന ഫോഗയിച്ചുകളല്ലയോ. യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ സണ്ടയും കലഹം എവിടെ നിന്നാണ്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഫോഗയിച്ചുകൾ. വായിച്ച വാക്യം, നിങ്ങൾ വാക്യം പറ. 4:1 യാക്കോബിൻ്റെ ലേഖനം 4:1. യാക്കോബ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ആദ്യമായിട്ട് സോഷ്യലിസ്റ്റ് ചിന്ത, അല്ലെങ്കിൽ കർത്താവിന് ശേഷം ഈ മനുഷ്യൻ്റെ കൂലി പിടിച്ചു വയ്ക്കരുത്, ധനവാന്മാരോട് വളരെ ശക്തമായി പ്രസംഗിച്ച ഒരു ആളാണ് അപ്പോസ്തലൻ യാക്കോബ്. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന അതിന് ന്യായവിധിയെക്കുറിച്ച് മുറയിടാൻ പറയുന്നു. നിങ്ങൾ കൂലിക്കാരുടെ കൂലി. ഇതെല്ലാം വായിച്ചാണ് കാറൽ മാർക്സ്, ബൈബിൾ വായിച്ചിട്ടാണ് കാറൽ മാർക്സ് തൊഴിലാളി പ്രസ്ഥാനം ആരംഭിച്ചത്. കേരളത്തിൽ തന്നെ ആ തൊഴിലാളി പ്രസ്ഥാനം എത്രയോ നല്ലതായിരുന്നു. ഒരിക്കൽ ഈ അച്യുതാനന്ദ സഖാവ് വീട്ടിൽ വന്നൊരു സമയം, കാരണം എൻ്റെ ഫാദറും ആലപ്പുഴ ഒരു കമ്പനി ജോലി ചെയ്യുന്ന സമയത്ത് താനും കോൺഗ്രസിൻ്റെ വീര്യം പോരാമെന്നും പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസത്തിന് പ്രോത്സാഹനം കൊടുത്തതാണ്. അപ്പോൾ ഈ നേതാക്കന്മാർ പലരും അവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ താനവിടെ ഞങ്ങളിവിടെ ഇലക്ഷൻ നിൽക്കുമ്പോൾ ഇവർക്കെല്ലാം ഒരു ഭക്ഷണം കൊടുത്തിരുന്നു. അപ്പോൾ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. പുന്നപ്ര വയലാറിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ പുന്നപ്ര വയലാറിൽ വാസ്തവത്തിൽ അച്യുതാനന്ദ സഖാവിനെ ബലി കൊടുക്കാൻ വരെ തീരുമാനിച്ച പാർട്ടികളുണ്ട്. ഞാൻ സമുന്നത നേതാവ്, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവ് അന്ന് അച്യുതാനന്ദനെ അതിൽ രക്തസാക്ഷിയാക്കാൻ തീരുമാനിച്ച കാര്യം അവർ സംസാരിക്കുന്നത് കേട്ടു. എന്നാൽ ഒരു പുന്നോസ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹമാണ് TV തോമസ്, അച്യുതമേനോൻ, ഇവരെല്ലാം അതിനെതിരായിരുന്നു. പെട്ടെന്ന് പുന്നോസ് ഒരു കത്ത് കൊടുത്തു വിട്ടാണ് അച്യുതാനന്ദൻ പറഞ്ഞു രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ അന്നത്തെ പുന്നപ്ര വയലാറിൽ താൻ മരിച്ചു പോയതിന്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ചതികളും ഈ പാർട്ടികളിലായാലും മതങ്ങളിലായാലും നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവരൊക്കെ നല്ല രീതിയിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് അതെല്ലാം വർഗവൈരാഗ്യത്തിലേക്ക്, മനുഷ്യൻ തമ്മിൽ ശത്രുക്കളാകുന്ന വലിയ തിന്മയിലേക്ക് പോവുകയാണ്. നോക്കണം, കൊല്ലുക, തകർക്കുക. അപ്പോൾ ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ പ്രാധാന്യം. നോക്കണം, വായിച്ച് യാക്കോബ് തന്നെ പറയുന്നു, ഈ പോരാട്ടം എവിടെ നിന്ന് തുടങ്ങുന്നത്? അതായത് നീ ചിന്തിക്കണം, ഇത് പാർലമെൻറ്റിൽ നിന്നോ മോദിജിയിൽ നിന്നോ അല്ല പിണറായി വിജയൻ നിന്നോ അല്ല. അതേ പോരാട്ടം നമുക്കെല്ലാവർക്കും ഉണ്ട്. എല്ലാ മനുഷ്യരിലും പോരാടുന്ന ശക്തികളിൽ നിന്നാണ് ഈ പറയുന്ന തിന്മകൾ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. വായിക്കാം. നിങ്ങൾ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇന്ത്യയുടെ ഈ പറഞ്ഞ പോലെ കൊലയെല്ലാം പ്രധാനമന്ത്രി വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കേരളത്തിൻ്റെ നവോത്ഥാനം ഇന്ന് മുന്നോട്ട് വന്നതായി പിണറായി വിജയൻ, ഞാൻ കണ്ണൂരിലിരിക്കുമ്പോൾ ഞാനും പവിത്ര മാഷും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ചില മാഷന്മാരിലാണ് കൂടി സംസാരിക്കാൻ ഒരു സമയം കിട്ടി. അപ്പോൾ ഞാനൊരു അഭിപ്രായം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകണം. ഒരർത്ഥത്തിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ആ കാര്യത്തിൽ വ്യക്തിത്വമുള്ളൊരു മനുഷ്യൻ അച്യുതാനന്ദ സഖാവിനേക്കാൾ കാര്യം നന്നായി കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അദ്ദേഹം വന്നാൽ നല്ലതായിരിക്കും. പക്ഷേ താൻ വന്നു നല്ല ഉദ്ദേശത്തോടെ, പക്ഷേ തനിക്ക് സാധിക്കുന്നില്ല. കാരണം ലോകം സാത്താൻ്റെ കയ്യിലാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. ഈ ലോകം സാത്താൻ്റെ കയ്യിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവം അനുവദിച്ചിരിക്കുന്നൊരു കാര്യം കൂടിയാണ്. കാരണം സാത്താൻ മനുഷ്യനെ ജയിച്ചില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി പിണറായി വിജയൻ മാറി VT സതീശൻ വന്നാലും ശരി, അല്ല BJP ഗവൺമെൻറ് കേരളം ഭരിച്ചാലും ഇതൊക്കെ തന്നെ സംഭവിക്കത്തുള്ളൂ. ഇതിനേക്കാൾ കൂടുതലേ സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് ഭരണം മാറിയതൊരു കാര്യമില്ല. സാറിന് പറയാറുണ്ടല്ലോ, വ്യക്തികൾ മാറിയത് കൊണ്ടല്ല, വ്യവസ്ഥിതി മാറണം. വ്യക്തികൾ എത്രയോ പേര് മാറി മാറി വന്നു, പക്ഷെ വ്യവസ്ഥിതി മാറുന്നു. ഈ വ്യവസ്ഥ എവിടാ? അത് ഇൻഡിവിജ്വലാണ്. അത് രാഷ്ട്രം എന്ന് പറയുന്നത് തുടക്കം എവിടെ? ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ ആ വ്യക്തിത്വത്തിലാണ്. അവിടെയാണ്. അതാണ് യാക്കോബ് പറയുന്നത്, നിങ്ങളിൽ
ശണ്ടയും കലഹവും ഇവിടെ ഒന്ന് വായിച്ചേ. നിങ്ങൾ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങൾ പോരാടുന്ന പോകേച്ചകളിൽ നിന്നല്ലയോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന് വീര്യം കൊടുത്ത് യാക്കോബിന്റെ വാക്യം കേട്ടാൽ കൊള്ളാമെന്നുണ്ടല്ലോ. വായിച്ചു 5-ാം അധ്യായത്തിലാണ്. അല്ലയോ ധനവാന്മാരെ, അല്ലയോ ധനവാന്മാരെ. 5-ന്റെ 1-ാം വാക്യം. യാക്കോബിന്റെ ലേഖനം 5-1 ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത കർത്താവിന് ശേഷം, അല്ലെങ്കിൽ പാവപ്പെട്ട മനുഷ്യർക്ക്, പാപികൾക്ക് രക്ഷ കൊടുത്ത വേറൊരു നേതാവ് ലോകത്തിലില്ല. ഉണ്ടെങ്കിൽ പറ. ആ നേതാവിൻ്റെ അരിമശിഷ്യനായ യാക്കോബ് അതേ കാര്യം തന്നെ ആ കാലത്തിൽ എടുത്തു പറയുകയാണ്. അല്ലയോ ധനവാന്മാരെ, വായിക്കാം. അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. യാക്കോബിന്റെ ലേഖനം 5-1 പറയുന്നു, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതം നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. കാലങ്ങളിൽ നമുക്കറിയാം, വലിയ അന്യായങ്ങൾ ചെയ്ത പല കുടുംബങ്ങളിൽ, അത് ക്രൈസ്തവ കുടുംബങ്ങളിലും പിന്നെ ഇസ്ലാം കുടുംബങ്ങളിലും ഹൈന്ദവ കുടുംബങ്ങളിലും ന്യായവിധി വന്നിട്ടുള്ള നമുക്കറിയാം എത്രയോ സംഭവങ്ങൾ. ഒരിക്കലൊരു ബ്രാഹ്മണ സഹോദരിയായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്തിൽ അവർ സാധാരണ ജോലി ചെയ്യുകയാണ്, നല്ല പഠിപ്പുണ്ട്. കാര്യം ചോദിച്ചപ്പോൾ എന്താ, ഞങ്ങളുടെ കുടുംബം തറവാട്, ഞങ്ങളുടെ മന കൊല്ലും കൊലയും, അനേകരെ വേണ്ടാതെ കൊന്നുകളഞ്ഞു, അനേക സ്ത്രീകളുടെ കണ്ണീരൊഴുക്കി, സ്വാതന്ത്ര്യമില്ലാതെ നടത്തി, ഇപ്പോൾ എല്ലാം പുഴുക്കുത്തു പിടിച്ച് തെണ്ടി പരുവക്കേടായി കിടക്കുകയാണ്. ഇങ്ങനെ എത്രയോ ക്രിസ്തീയ കുടുംബങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, വർഗീസ് പാസ്റ്റർ, അദ്ദേഹം വളരെ ധീരനായൊരു മനുഷ്യനായിരുന്നു. 1944 കണ്ടാണ് പാസ്റ്റർ പോളിൻ്റെ കാലത്തിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ട് സുവിശേഷ വേലയ്ക്ക് TPM വന്നു. ആ രക്ഷിക്കപ്പെട്ട കാലത്ത് അതിനുശേഷം കുറേ നാൾ ഇവിടെ വേല ചെയ്തു. പിന്നീട് താൻ വിവാഹിതനായി ലോകം മുഴുവനും നല്ല വീര്യത്തോടെ, അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഇവിടെ നമുക്കറിയാം, വേല ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, കർത്താവിൻ്റെ പ്രസാദിച്ച് സ്വർഗത്തിൽ പോവുക, സിയോനിൽ പോവുക, ഒരു ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മരണത്തെയോ ആയുസ്സിനെ പറ്റിയോ അധികം ചിന്തിക്കാറില്ല. ഇവിടെ ഞാൻ പഠിച്ചിടത്തോളം കാലം വേലക്കാർ വന്നാൽ പിന്നെ ഒറ്റ ലക്ഷ്യമുള്ളൂ, കർത്താവിനെ പ്രസാദിപ്പിച്ച് സിയോനിൽ ചെന്നെത്തുക. നല്ല ഉദ്ദേശമാണ്. എന്നാൽ ചിലരെ ദൈവം അതല്ല, ആയുസ് കൊടുത്ത് വയ്ക്കും, തൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി. അതിലൊരാളാണ് ഞാനും, എന്നെയും വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ വർഗീസ് പാസ്റ്റർ അതിന് ശേഷം കല്യാണം കഴിച്ചു. നമുക്കറിയാം, കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന ഒരു അഞ്ചിലി പോൾ, നല്ല തീവ്രമായൊരു സ്ത്രീ, ഒരു കന്യാസ്ത്രീയായിരുന്നു. അവർ കത്തോലിക്ക സഭയെ വളരെ സ്നേഹിച്ചു. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം തന്നെ സന്ദർശിച്ചപ്പോൾ താൻ സുവിശേഷത്തിനായിട്ട് വേർതിരിക്കപ്പെട്ടു 12 വർഷക്കാലം. അപ്പോൾ താൻ ഈ ലോകം മുഴുവൻ സുവിശേഷം അറിയിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ട് കന്യാശ്രമത്തിൽ നിന്ന് വെളിയിൽ വന്നു. താൻ ഒരു വിവാഹം കഴിച്ചു, ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും അവരെ ശ്രദ്ധിക്കുമായിരുന്നു. അങ്ങനെ കാരണം അവരുടെ കൂടെ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിൽപ്പെട്ട 2 കന്യാസ്ത്രീമാർ ഞാൻ മുട്ടത്തിരിക്കുമ്പോൾ നമ്മുടെ ഈ സത്യത്തിലേക്ക് വരാനും സുവിശേഷ വേലയിൽ പ്രവർത്തിക്കാനും മുഖാന്തരമായി ഒരാളിപ്പോഴും ദിമാപൂർ അസിസ്റ്റൻ്റായി ശോശാമ്മ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരാൾ മഹത്വത്തിൽ പ്രവേശിച്ചു. അപ്പോൾ ഈ സഹോദരി 12 വർഷക്കാലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ അവർ വിവാഹിതയാകേണ്ടത് ആവശ്യമായിരുന്നു. അങ്ങനെ തൻ്റെ തുണയുമായിട്ട് താൻ 12 വർഷക്കാലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കുകയും അവസാനം പാസ്റ്റർ M.A. വർഗീസ് ബദേൽ അസംബ്ലീസ് ബോർഡിലെ ബാംഗ്ലൂർ കൺവെൻഷനിൽ ഒരു മീറ്റിംഗ് പ്രസംഗിക്കുമ്പോൾ ഞാൻ ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. വളരെ ശക്തമായ പരിശുദ്ധാത്മാവിനാൽ തൻ്റെ മണവാളനെക്കുറിച്ച് താൻ വളരെ വാചാലമായി പ്രസംഗിച്ചിട്ട്, ഞാനിന്ന് മരിച്ചാലും എന്നൊക്കെ താൻ പ്രസംഗിച്ച് തൻ്റെ അരുമയായ 12 വയസ്സുള്ള പയ്യനുമായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ ഒരു മുള വന്ന വണ്ടിയിൽ ഈ ടൂറിസ്റ്റ് ബസ് ഇടിച്ചു, സ്പോട്ടിൽ അവർ മരിച്ചു. അവർ മിനിസ്റ്റർ തീർന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വർഗീസ് പാസ്റ്ററും അദ്ദേഹം വെളിയിൽ പോയി, എനിക്ക് തോന്നുന്നൊരു 90-95 വയസ്സ് വരെയും പിന്നീട് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ 2020 വരെയാണിപ്പോൾ എത്ര വർഷമാണ്. അപ്പോൾ TPM ആരംഭിച്ചു. താൻ ഇപ്പോഴും അതേ സ്പിരിറ്റിലാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ താനൊരു കാര്യം പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കാനിടയായി. പണ്ടത്തെ ചില വിശുദ്ധന്മാരെയൊക്കെ കാണാൻ സംസാരിക്കാനൊക്കെ എനിക്ക് ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ആ കാലത്തിൽ പള്ളിപ്പാട് മുട്ടം ഭാഗത്തുനിന്നൊരു വലിയ കുടുംബത്തിൽപ്പെട്ട, അത്യാവശ്യം വിദ്യാഭ്യാസവും ജോലിയും തറവാടുള്ളൊരു മർത്തോമാ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇളയ മകനാണ്. താൻ മാത്രം മലയാളം മീഡിയത്തിൽ പഠിച്ച് ചില റാങ്കോടുകൂടിയെല്ലാം പാസ്സായെങ്കിലും
തൻ്റെ ജീവിതത്തിലെ ക്രമഘട്ട ജീവിതം കൊണ്ട് സമാധാനമില്ലാതായിപ്പോയി, സ്വസ്ഥത നഷ്ടപ്പെട്ടു. പല രീതിയിൽ താൻ മെയിൻ്റനൻസ് ചെയ്യാൻ നോക്കിയെങ്കിലും താൻ അവസാനം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ദിവസം കയറ് കെട്ടി എല്ലാം തീരുമാനിച്ചു. അപ്പോൾ അന്നൊരു പുതിയ പുതിയ ഡ്രസ്സ് വിട്ടുകൊണ്ട് താൻ രാത്രിയിൽ ഇരിക്കുമ്പോൾ അമ്മ ചോദിച്ചു, എന്താ ഇന്ന് പുതിയ ഡ്രസ്സെല്ലാം? ഒന്നുമില്ലാതെല്ലാം പറഞ്ഞാൽ മാറിയെങ്കിലും തൻ്റെ ജീവിതത്തിൻ്റെ സകല സമാധാനം നഷ്ടം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വഴിയായിരിക്കും. അങ്ങനെ താൻ ആ കയറെ തൂങ്ങുന്ന സമയത്തിൽ കയറിനകത്ത് തലയിട്ട് പെട്ടെന്നൊരു ശബ്ദം കിട്ടും, മകനേ. താൻ ഞെട്ടിപ്പോയി. കർത്താവ് തന്നോട് സംസാരിച്ചു. താൻ കയറൂരി അടുത്ത ദിവസം പള്ളിപ്പാട് നടന്ന നമ്മുടെ ഒരു പെന്തക്കോസ്ത് വിശേഷ യോഗത്തിൽ പുള്ളി പ്രാർത്ഥനയ്ക്ക് പോവുകയും അവിടെ ഇരുന്ന പാസ്റ്റർ തൻ്റെ നേരെ പ്രവചിച്ചു, ഈ സംഭവങ്ങൾ നീ മരിക്കാൻ പോയ സമയത്ത് ഞാനാണ് നിൻ്റെ മകനെ എന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. അങ്ങനെ ഞാനാണ് നിൻ്റെ മകനെ എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് താൻ ഞെട്ടിപ്പോയി. പിന്നീട് താൻ സുവിശേഷ വേലയ്ക്ക് വന്നു. CPM പാസ്റ്ററായിരുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞ് താൻ പോയി വിവാഹം കഴിച്ചു. സുവിശേഷ പ്രവർത്തനം തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അത് ശരിയാണ്, അത് തെറ്റൊന്നുമല്ല. ആ CPM വേല കഴിഞ്ഞു. താൻ ഇവിടുന്ന് വളരെ കാര്യങ്ങൾ പഠിച്ചു. ഒരുപാട് പാട്ടുകൾ, ആരംഭകാലത്ത് നമ്മുടെ പാട്ടുകളെല്ലാം അദ്ദേഹമാണ് എഴുതിയത്. പുട്ടം ഗീറിച്ചാന്ന് കേട്ടില്ലേ, ഒരുപാട് പാട്ടുകൾ. അപ്പോൾ തന്നെക്കൊണ്ട് വെളി പ്രവർത്തനങ്ങൾ ആവശ്യമായിരുന്നു. അപ്പോൾ സിസ്റ്റം മാറി എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടുന്ന് ഒരാൾ പോയതുകൊണ്ട് അദ്ദേഹം ഗതികളിലായെന്ന് ആരും പറയരുത് കേട്ടോ. അദ്ദേഹം പോയത് എനിക്കും സന്തോഷമായി. കാരണം ഒരുപാട് സുവിശേഷ പ്രവർത്തനം തന്നെ കൊണ്ട് ജയിച്ചു. അപ്പോൾ താനീ പറഞ്ഞ സാക്ഷ്യം, താൻ വന്ന ദിവസം വീട്ടിലെ അപ്പൻ തന്നെ കുറുപടി എടുത്ത് അടിച്ച് വെളിയിൽ കളയാൻ തീരുമാനിച്ചെങ്കിലും അവിടുന്ന് അപ്പന് എന്തോ മനസ്താവുണ്ടായി. പിന്നെ താനും രക്ഷിക്കപ്പെട്ടു. അപ്പോൾ തൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്. എല്ലാവരും ഉദ്യോഗസ്ഥന്മാരാണ്. അന്നൊരു സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. താൻ കോഴഞ്ചേരി നിന്നൊക്കെയുള്ള ഒരു വലിയ കുടുംബത്തിൽ നിന്ന് കല്യാണമൊക്കെ കഴിച്ച്, മുളമൂട്ടിൽ കല്യാണമൊക്കെ കഴിച്ച് വലിയ സമ്പന്നനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് കൈക്കൂലി കൊണ്ട് വലിയൊരു ബംഗ്ലാവ് പണിതു, കെട്ടിടം പണിതു, കുറേ സ്ഥലമെല്ലാം വാങ്ങിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ താൻ സുവിശേഷം അറിയിച്ചതോടുകൂടി അപ്പനും മാനസാന്തരമായി. അപ്പോൾ ഈ സബ് ഇൻസ്പെക്ടർ തനിക്ക് പിടിച്ചില്ല. തൻ്റെ ഭാര്യ വീട്ടുകാരാണെങ്കിൽ ഏറ്റവും ടോപ്പ് പാർട്ടികളാണ്. അദ്ദേഹം വാൺ ചെയ്തു, ഞാൻ 14 ദിവസം ഏതാണ്ട് ദിവസം പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പെന്തക്കോസ്തിനെ ഉപേക്ഷിച്ചിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ വിധം മാറും എന്ന് ബൂട്ട്സ് ഇട്ട് ചവിട്ടി അപ്പനോടും സഹോദരനോടും ആക്രോശിച്ചുകൊണ്ട് താൻ നിൽക്കുമ്പോൾ അപ്പൻ പറഞ്ഞു, മകനെ പാഴ്വാക്ക് പറയരുത്. ഈ പോലീസുകാരനോട് പറഞ്ഞു, ഇൻസ്പെക്ടറോട് പറഞ്ഞു, പാഴ്വാക്ക് നീ പറയരുത്. യേശു പറഞ്ഞിട്ടുള്ള നിൻ്റെ വാക്കു അല്ലെങ്കിൽ ഇല്ല, ഞാൻ കാണിച്ചു തരാം, തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോയി. ആ പോക്കിൽ നൂറിനാടോ ഏതൊരു ഭാഗത്തൊരു പ്രശ്നമുണ്ടായി. അന്നത്തെ പാർട്ടിക്കാർ ഇദ്ദേഹത്തെ 28 വെട്ടി നുറുക്കിക്കളഞ്ഞു. തൻ്റെ ചെരുപ്പും ഡ്രസ്സും 2 സാധനങ്ങളുമാണ് അവശേഷിച്ച് കിട്ടിയത്. നോക്കണം, ആ കുടുംബം ശക്തിയോടെ കർത്താവിൻ്റെ വേല ചെയ്തു വരികയാണ്. അപ്പോൾ ഏതെല്ലാം പ്രതികൂല സാഹചര്യങ്ങൾ, ഇതിൻ്റെ നന്മവശം നോക്കണം. ഒരുവൻ പെന്തിക്കോസ്റ്റിലായാൽ അല്ലെങ്കിൽ ഈ സത്യത്തിൽ വന്നാൽ അവൻ്റെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. എൻ്റെ മാറ്റം തന്നെ നോക്കുക. മദ്യപാനത്തിലും വെറുക്കൂത്തിലും ദോഷപ്രവൃത്തികളിലും കൊലപാതകത്തിലൊക്കെ നടന്ന മനുഷ്യരെ യേശുക്രിസ്തുവിനെ കണ്ടെത്തി സമാധാനം പ്രാപിക്കുന്നതാണോ തെറ്റ്? ഇതാണോ മതപരിവർത്തനം? ഇത് മനപരിവർത്തനമല്ലേ? ഇതിനെ മതപരിവർത്തനം എന്നും പറഞ്ഞതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നടന്നാൽ പ്രിയരെ, ഇതിനുള്ള ശിക്ഷാവിധിയുണ്ട്. ഇന്ന് നിങ്ങളുടെ സ്വാധീനവും ശക്തിയും നിങ്ങളുടെ മറ്റു ഫോഴ്സുകൾ ഉപയോഗിച്ച് ഇതിനെ ഒതുക്കാൻ ശ്രമിച്ചാലും അവസാനം തിരിച്ചടി ഉണ്ടാകും. നോക്കണം, 14 ദിവസത്തിനകം നിങ്ങളെ ഇപ്പോൾ തീർത്തുകളെന്ന് പറഞ്ഞ സ്വന്തം സഹോദരൻ അപ്പനോടും മകനോടും സവാലിട്ട് പോയതാണ്. 28 കഷ്ണങ്ങളാക്കി മുറിക്കുന്നതാണ്. ബോഡിയിൽ 28 കഷ്ണങ്ങൾ. 4 പോലീസുകാരെയും വെട്ടിക്കൊന്നു. അവർ ചെയ്ത തെറ്റാണ്. പക്ഷേ ദൈവം ഭൂമിയെ ഭരിക്കുന്നു. സാത്താൻ്റെ ശക്തിക്ക് ഇപ്പോൾ അനുവദിച്ചെങ്കിലും ഇതിനെല്ലാം മാറ്റം വരും. അതുകൊണ്ട് ഈ ജാതിയും മതവും ഒക്കെ ഈ സ്വാതന്ത്ര്യം ലഭിച്ച് 79 വർഷങ്ങളിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് ക്രിസ്തുമതമായിരുന്നാലും ശരി, ഹിന്ദുമതമായിരുന്നാലും ശരി, മുസ്ലിം മതമായിരുന്നാലും ശരി. എന്നാൽ ഇതിനെല്ലാം ഒരു പര്യവസാനം വരാൻ പോവുകയാണ്. മനുഷ്യന് പരിജ്ഞാനം ലഭിക്കുമ്പോൾ എന്തിനാണോ ഇതിൻ്റെ ഈ പുസ്തകങ്ങളെല്ലാം ഒരുപാട് ആശ്രയിക്കാൻ പോകുന്നത്? ഇപ്പോൾ ബൈബിൾ തന്നെ നല്ല കാര്യം പറഞ്ഞ് എടുത്താൽ മതി, അല്ലെങ്കിൽ എടുത്ത് ദൂരം കളയണം, അത്രയേ ഉള്ളൂ. മനുഷ്യന് പ്രയോജനമില്ലാത്തൊരു പുസ്തകമാണിതെങ്കിൽ ഞാൻ പണ്ടേ ഇത് കുപ്പത്തൊട്ടിൽ എറിഞ്ഞേനെ. ഇത് ചരിത്ര പുസ്തകമാണ്. ഇത് ആധ്യാത്മിക വചനങ്ങൾ ഇതിനകത്തുണ്ട്.
ഇത് മുഴുവൻ ദൈവത്തിൻ്റെ അല്ലല്ലോ. ഇത് നമ്മളിതിനെ ഹോളി ബൈബിൾ എന്ന് പറയാറില്ല. ഇതിൻ്റെ ഇത് മലയാളത്തിൽ എഴുതിയിരിക്കും സത്യവേദ പുസ്തകം എന്നാണ് കേട്ടോ. ഇംഗ്ലീഷുകാർ പിന്നെ കുറച്ചുകൂടെ അങ്ങ് എക്സ്പ്ലനേഷൻ, ഇതാണ് കറക്റ്റ്, സത്യവേദ പുസ്തകം. ഇത് ഹോളി ബൈബിൾ അല്ല. കാരണം മനുഷ്യൻ ചെയ്ത സകല തോന്നിവാസങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹോളിയാണോ? അല്ലല്ലോ. മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് പോലും തൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പൗലോസ് അപ്പോസ്തലൻ പോലും തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം എടുക്കണമെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനമുണ്ട്, അത് സത്യവും വിശുദ്ധമാണ്. അപ്പോൾ നമ്മളതാണ് സെലക്ട് ചെയ്യുന്നത്. മറ്റുള്ള അനുഭവങ്ങൾ, ഓരോ കാലഘട്ടത്തിലെ മനുഷ്യർക്കുണ്ടായ അനുഭവങ്ങളെ വിചിന്തനം ചെയ്ത് പഠിക്കാനും അതിൽ നിന്ന് ജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം. ഇതൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പുസ്തകമാണ്, ഒരു ഇൻഫർമേഷൻ പുസ്തകമാണ്. അപ്പോൾ അതല്ലാതെ ഇത് കെട്ടിപ്പിടിച്ച് സമുദായക്കാർ നമ്മൾ ഇവിടെ തിരികെ കത്തിച്ചതിനെ ഹോളിയായിട്ട് ആരാധിക്കേണ്ടല്ലോ. ഞാൻ ഈ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഇതിൻ്റെ റെഫറൻസ് കാക്കിലിൻ്റെ സൈഡിൽ എഴുതും. എഴുതി മിക്കവാറും പേജെല്ലാം തീർന്നു. അപ്പോൾ നമ്മുടെ ഒരു മൂപ്പൻ, ഒരു ഉപദേശം എന്നെ പറഞ്ഞു, ഇതെന്ത് വൃത്തികേടായി കാണിച്ചു ചെയ്ത് കൊള്ളണോ, ഇതെന്ത് വൃത്തികേടാണ്, ഈ വിശുദ്ധ ബൈബിളിലാണ് ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചു. ഇതൊക്കെ ഞാൻ ചിരിച്ചു. കാരണം തൻ്റെ മിനിസ്ട്രി ഞാൻ ശ്രദ്ധിച്ചു. താൻ പോകുന്നിടത്തെല്ലാം പരാജയമായിരുന്നു. കാരണം താൻ ബൈബിളിനെ സ്നേഹിക്കുന്നു. ബൈബിളിനെ വിശുദ്ധ പുസ്തകമായിട്ട് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥമായിട്ട് കാണാൻ കഴിയുന്നു. പക്ഷേ അറിവിൻ്റെ പുസ്തകമായിട്ട് അദ്ദേഹം കണ്ടില്ല. ഇത് അറിവിൻ്റെ പുസ്തകമാണ്, ഇത് പൂജിക്കേണ്ടതോ ഇതിങ്ങനെ വെഴുതി എത്തിക്കേണ്ടതല്ല. ഇത് വായിച്ച് പഠിച്ച് അറിവുള്ളവനായി തീരണം. ഇതുപോലെ ഇസ്ലാമിൻ്റെ ഗ്രന്ഥമായിരുന്നാലും ശരി, ഭാഗവതമായിരുന്നാലും ശരി, രാമായണമായാലും ശരി, നിങ്ങളത് പഠിക്കുക ആദ്യം. ആരെങ്കിലും പുരോഹിതന്മാരും ഉസ്താദുക്കളും പൂജാരികളും പ്രസംഗിക്കുന്ന പ്രസംഗം കേട്ട് പോകാതെ ബൊറേവ വിശ്വാസികളെ പോലെ, ബൊറേവ വിശ്വാസികൾ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ അതങ്ങനെ തന്നെയോ എന്ന് വെരിഫൈ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പ്രിയരെ, ഇന്ത്യയിലെ പൗരന്മാരായ നാം, ഞാനും ഇന്ത്യൻ പൗരനല്ലേ, പ്രജയല്ല പൗരനാണ്. അപ്പം എന്നെപ്പോലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എല്ലാ പെന്തക്കോസ്തുകാർക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, അക്രൈസ്തവർക്കുണ്ട്, ഇസ്ലാമുകൾക്കുണ്ട്. നിങ്ങൾ പഠിക്കുക. ഒന്നാമത് നിങ്ങളുടെ വേദപുസ്തകം തന്നെ പഠിക്കുക. ശരിക്കും പഠിക്കാനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്, ബൈബിളും പഠിക്കുക. അതിൽ നിന്ന് ഏറ്റവും മൂല്യമായ കാര്യങ്ങൾ നമ്മൾ സമ്പാദിക്കുക. അതിനാണ് യേശു പറഞ്ഞത്, നിന്നെ സ്നേഹിക്കണം ആദ്യം. നിന്നെ സ്നേഹിക്കാത്ത ഒരുത്തരും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമുക്ക് നമ്മെ സ്നേഹിക്കാതിരിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്തൊരു കാരണം യാക്കോബ് പറഞ്ഞ പോലെ നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗയിച്ഛകൾ അതെവിടുന്നാണ് ഉണ്ടാകുന്നത്? റോമാലേഖനം 13-14 വായിക്കുമ്പോഴേ, മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ ചിന്തയിൽ നിന്നാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അപ്പോൾ ബേസിക്കലി നീ ഹിന്ദുവോ മുസ്ലിമോ ക്രൈസ്തവനോ ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളുണ്ടാക്കിയതല്ലേ, ഇതൊക്കെ കാലാകാലങ്ങളിൽ വന്നതല്ലേ. യേശുക്രിസ്തുവിന് ശേഷം AD 300 ശേഷമാണ് ക്രിസ്തുമതം ഉണ്ടായത്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ക്രിസ്തുമതമില്ല. അന്നുണ്ടായിരുന്ന യഹൂദ മതത്തിനെതിരായിട്ടാണ് യേശു പ്രസംഗിച്ചത്. യേശു മതത്തിനെതിരാണ്. യേശു മാർഗദർശിയാണ്, മാർഗത്തെ വെളിപ്പെടുത്തിയവനാണ് യേശു. അതുകൊണ്ട് ക്രിസ്തുമതം എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല. അത് AD 300 ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തിന് ശേഷമുണ്ട്. അതുകൊണ്ടാണ് ആ മതവും യുദ്ധം ചെയ്തത്, കുരിശ് യുദ്ധവും. എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് യുദ്ധമില്ല, മനുഷ്യരോട് പോരാട്ടമില്ല. അപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ ഇതും ശരി, അതും ശരിയാണെന്ന് പറയാൻ ഒക്കില്ല. ഇസ്ലാം AD 600 കാലയളവിൽ മുഹമ്മദ് നബിയോടുകൂടി ഉണ്ടാക്കിയ മതം വാളാലല്ലേ പിന്നീട് യുദ്ധങ്ങൾ, വാൾ കൊണ്ടാണ് പിന്നീട് സാമ്രാജ്യം സ്ഥാപിച്ചത്, അല്ലെന്ന് പറയാൻ ഒക്കുമോ? ഒന്ന് ചിന്തിച്ചു നോക്കി. പിന്നെ വാളെടുത്താണ് പലരെയും അതിൽ ചേർത്തത്. ഹിന്ദുമതം എന്ന് പറയുന്നൊരു മതം വാസ്തവത്തിൽ ഇല്ല. കാരണം ബ്രിട്ടീഷുകാർ വന്ന് ഇവിടെ കണക്കെടുക്കുന്ന സമയത്തിൽ ആദ്യമായിട്ട് അവർ യഥാർത്ഥമായ കുറ്റവാളികളെ അല്ലെങ്കിൽ എല്ലാവർക്കും തുല്യ ശിക്ഷ കൊടുത്ത് ബ്രിട്ടീഷുകാർ കാലത്താണ്. നാട്ടുരാജാക്കന്മാരുടെ കാലത്ത് അങ്ങനല്ല. അവർ ഓരോ ജാതിക്കും ഓരോ രീതിയിലാണ് ശിക്ഷ. നമ്മുടെ ഇടയിലും ഇല്ല, നമ്മൾ കാണത്തില്ലേ. നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ ശിക്ഷ കുറച്ച് കൊടുക്കും, ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവൻ്റെ സമയത്ത് പുറത്താക്കുമെന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇത് തന്നെയാണ് അന്ന് നടന്നത്. അപ്പോൾ ചില വിശ്വാസികൾ അവനെ പുറത്താക്കണം, അവൻ ബീഡി വലിച്ചെന്നാണ്, കള്ളു കുടിച്ചു, അത് പരസ്യമായിട്ടാണ്. നീ രഹസ്യമായി വ്യഭിചാരഭാവം ചെയ്ത് വന്നത് കാണത്തില്ലേ ദൈവം? നിന്റെ ഹൃദയത്തിൽ വ്യഭിചാരത്തിൻ്റെ ആത്മാവിരുന്ന് കാണത്തില്ലേ? അത് വെച്ചുകൊണ്ട് തിരുവത്താഴം കൊടുക്കുന്നവരില്ലേ? അപ്പോൾ കള്ളു കുടിച്ചു വന്നവനാണോ കൂടുതൽ ശിക്ഷ രഹസ്യമായി സൂക്ഷിക്കുന്നവരാണ്? പറയാം. ബൈബിൾ എന്താ പറയുന്നത്? കാണുന്നതോ താൽക്കാലികം, കാണാത്തതോ. ഇങ്ങനെയാണ് നമ്മളിൽ പലരും വെള്ള തെറ്റിയോണ്ട് വലിയ വിശുദ്ധരായിത്തീരും. ഇവിടുത്തെ കള്ളു കുടിച്ചിട്ട് അവൻ മോശമാണ്, അവനെ പുറത്താക്കുക.
വീഡിയോ വലിച്ചവനെ പുറത്താക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നീയോ അവസരം കിട്ടിയാൽ നിൻ്റെ ഭാര്യയോടല്ല അന്യസ്ത്രീയോട് പാപം ചെയ്യാൻ താല്പര്യപ്പെടും, തിരിച്ചും ചെയ്യും. നമുക്കെല്ലാം ടെൻഡൻസി വരാം. അതിനെയാണ് കീഴ്പ്പെടുത്തേണ്ടത്. കാരണം ഇത് പാപത്തിൽ ഉരുവായ ശരീരമാണ്. ദാവീദ് പറഞ്ഞില്ലയോ, ഇത് ഞാൻ അകൃത്യത്തിൽ ഉരുവായി. വായിച്ച 50-ാം സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ നീ ഏത് ജാതി മതസ്ഥരായാലും നിൻ്റെ ജനനം ഇവിടെയാണ്. പാപത്തിൽ വീണ മനുഷ്യൻ്റെ ജനനത്തിൻ്റെ ഉത്ഭവം ഇവിടെയാണ്. ആദാമെല്ലാം പോട്ടെ, ആ കാലം കഴിഞ്ഞില്ലേ. ഇവിടെ ദാവീദ് പറയുന്നു, ഇതാ ഞാൻ പാപത്തിൽ 51-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ദാവീദ് തുറന്ന് സമ്മതിച്ചു. വായിക്കാം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പൊ നമ്മുടെ ഡാഡി മമ്മിയുടെ പേരെന്തുവാ? ഹലോ, ക്രിസ്തു മതക്കാരനെ, ഹിന്ദുമതം, മുസ്ലിം മതം, നിന്റെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പേരെന്താ? ഡാഡി മമ്മിയുടെ പേരെന്താ? ഇംഗ്ലീഷിൽ തന്നെ പറയാം. മലയാളമൊക്കെ ചിലപ്പോൾ നമുക്ക് ഇപ്പം ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. എന്താ നമ്മളാ ഡാഡിയുടെ പേര്? ഇനിക്കുറ്റി. കേട്ടോ, അപ്പൻ്റെ പേര് ഇനിക്കുറ്റി, അമ്മയുടെ പേര് സിന്ന്. എല്ലാവരുടെയും രക്ഷകർത്താക്കളുടെ പേര് ഇതാണ്. അതുകൊണ്ടാണ് ജന്മവാസനയെ തന്നെ, ജനിക്കുമ്പം തന്നെ ഈ പോരാട്ടം വരികയാണ്. 2 ഇരട്ട കുട്ടികൾ ഒന്നിനെടുത്താൽ മറ്റേ സമ്മതിക്കത്തില്ല. അതിനെ ലാളിച്ചില്ലെങ്കിൽ അതുടനെ ആക്ഷൻ കാണിക്കും. ഇതാണ് ജന്മപാപം, അതാണ് അകൃത്യം. ഇനിക്കുറ്റി എന്ന് പറഞ്ഞാൽ അകൃത്യം. അപ്പോൾ എല്ലാ മനുഷ്യൻ്റെ അപ്പൻ്റെ പേര് അകൃത്യമെന്നാണ്, മറ്റത് പാപം. നമ്മൾ പെന്തക്കോസ്തുകാരായാലും നീതി ന്യായത്തോടു കൂടിയ വിധി മനസ്സിലാവുന്നു. കോർട്ട് വിധികളൊക്കെ നീതി ന്യായത്തോടെ പണ്ട് നടന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പിന്നെ പറയാനൊക്കത്തില്ല. അത് ബ്രിട്ടീഷുകാരുടെ കാലത്താണ്. പണ്ടൊരു ബ്രാഹ്മണൻ ചികിത്സിക്കണമെങ്കിൽ അവൻ ഇത്രയടി ദൂരത്തിരിക്കണം, മറ്റ് അവർണരായ മനുഷ്യർ ഇത്രയടി ദൂരത്തിരിക്കണം. ശൂദ്രനും ഈഴവനും മറ്റവരെല്ലാം തന്നെ ദൂരത്തിരുന്നു കൊണ്ട് ഒരുത്തനെ വിട്ടിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടാണ് ചിലരെ ചികിത്സിക്കാൻ തന്നെ. ഇതാണോ നവോത്ഥാനം? എന്നാൽ ഇംഗ്ലീഷുകാരൻ വന്നപ്പോൾ ആ സായിപ്പും അവനെ കണ്ടാൽ തന്നെ വണങ്ങണമല്ലോ, അല്ലയോ? അവർ വന്ന് സകല ജാതികളെ അടുത്തിരുത്തി ടെലസ്കോപ്പ് കൊണ്ട് എന്തു ചെയ്തു? ഇവരെല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ ജാതി മതമൊന്നുമില്ല. പനി അളക്കുന്ന തെർമോമീറ്ററോ എൻ്റെ അതിൻ്റെ പേര്, അതെന്ത് ചെയ്യുന്നു? എല്ലാവരുടെയും വായിലിടും, ഡെറ്റോളിടും. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതല്ലേ ഹോസ്പിറ്റലൊക്കെ. അങ്ങനെയല്ലേ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം സ്ഥാപിച്ച ആരാ? ഇന്ത്യക്കാരാണോ? ബ്രിട്ടീഷുകാരുടെ കാലത്തോടുള്ള ഈ വിവേചനം തന്നെ മാറ്റിയത്. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പിന്നല്ലേ ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാർ പോലും ഈ വിവേചനം എത്രയോ സമയത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരെന്ന് പറയാനൊക്കത്തില്ല, പ്രത്യേകിച്ച് മിഷണറിമാർ. അപ്പോൾ അവരെല്ലാമാണ് ഇന്ന് തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇച്ചിരി കാശുകാരായി എല്ലാം സംബന്ധിച്ചപ്പോൾ അവർക്ക് അഭിമാനക്കുറവ്. ഞങ്ങളുടെ ഇന്ത്യയിൽ നിന്നുണ്ടായ സംസ്കാരമാണെന്ന് പറഞ്ഞാണ്. ഇന്ത്യയിലെ സംസ്കാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പലതും. എത്ര ദൈവങ്ങളാണ്, അല്ലയോ? ഇന്ന് മനുഷ്യൻ ബോധവാന്മാരായി വരികയാണ്. അപ്പം അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഭരണം കിട്ടിയതല്ല. അവർ ബുദ്ധിയോടെ നല്ല നേതാക്കന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയതുകൊണ്ട് കുറേ നിൽക്കുന്നു. ആ നേതാക്കന്മാരുടെ കാലം കഴിഞ്ഞോടുകൂടി ഇന്ത്യയിൽ പിന്നെയും ദാരിദ്ര്യമായ അവസ്ഥയിലല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം വ്യക്തിപരമായ ആദ്യം സ്വാതന്ത്ര്യം പ്രാപിക്കണം. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് നിനക്കെന്താ ഗുണം? നീ ഇന്നും പാപത്തിന് അടിമയാണെങ്കിൽ നിൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന പോകയിച്ചുകളാണ് ഈ പ്രശ്നം. അല്ലാതെ അത് BJP എന്നോ ബദറങ്ങെന്നോ അല്ല വിഷയം. അല്ലെങ്കിൽ RSSോ കമ്മ്യൂണിസ്റ്റോ DFI അല്ല. നിന്നിൽ വ്യാപരിക്കുന്ന അല്ലെ പെന്തക്കോസ്തുകാർ ക്രിസ്ത്യൻ മതക്കാർ തമ്മിൽ അടിക്കുന്നത്. IPC CPM മനസ്സിലാവുന്നു. ഒരിക്കൽ കോട്ടയത്ത് വെച്ച് ഒരു ചച്ചോക്കോടുകാരൊരു അമ്മയുടെ അടക്കം നടക്കുക. ചച്ചോക്കോടുകാർ മോള് TPM വിശ്വാസിയാണ്. അപ്പോൾ ഈ അടക്കത്തിന് കുറേ നാൾ മുമ്പാകട്ടെ, ഇപ്പോൾ അതെല്ലാം മാറിയെന്ന് തോന്നുന്നു. അപ്പോൾ ആ അടക്കത്തിന് അന്ന് കോട്ടയത്തിരുന്ന അസിസ്റ്റൻ്റ് പാസ്റ്റർ, എനിക്ക് ജോസഫ് പിടിച്ചാനെന്ന് തോന്നുന്നു, ചില സൗകര്യമാരും 2 ഉപദേശിമാരും കൂടെ ഈ അടക്കത്തിന് പോയി അദ്ദേഹം കയറി ചെന്നു. അങ്ങനെ കയറി ചെന്ന സമയത്ത് അവിടെ ഒരാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു സഭയിലെ പാസ്റ്റർ. ഈ ജോസഫ് പിടിച്ചാൻ സൗകര്യമാർ ഈ വെള്ളവസ്തുതെല്ലാം കണ്ടും പുള്ളിക്ക് അങ്ങ് സ്പിരിറ്റ് കയറി. നോക്കണം, ദൈവത്തിൻ്റെ ദാസൻ അദ്ദേഹം. പുള്ളി പരസ്യമായി ഇവർ അന്തിക്രിസ്തുവിൻ്റെ മാർഗ്ഗക്കാരാണ്, ദുരുപദേശക്കാർ, കള്ളോപദേശക്കാർ, വിവാഹം എന്നാ
അടക്കത്തിന് പറയുക. അത് കഴിഞ്ഞ് ജോസഫ് കുട്ടിച്ചായന് അടുത്ത ഈ പറഞ്ഞ നമ്മുടെ ദേവദാസിന് സാക്ഷി പറയാൻ അവസരം കൊടുത്തു. പുള്ളിയും മൈക്കിൻ്റെ അടുത്ത് നിന്ന് പുള്ളിക്ക് സ്പിരിറ്റ് കയറിയതാ. പുള്ളി നാക്കൊക്കെ അടിച്ചൊരുമാതിരി ഒരു ആക്ഷൻ കാണിച്ച് ഇവനെ എടാ വിഡ്ഢി നീ ഇവിടെ ആണല്ലോ ഇതൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞ് പുള്ളിയും തുടങ്ങി. അപ്പോൾ ഇതെന്താ കാരണം? അതാണ് ക്രിസ്തു അല്ല വ്യാപിക്കുന്നത്. പെന്തിക്കോസ് മതങ്ങൾ പല പെന്തിക്കോസുകാർ കയറുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ മേപ്പാടത്തിരിക്കുന്ന സമയത്ത് സിലോൺ പ്രശ്നം പേര് മാറ്റ സമയത്ത് കുറേ ചെറുപ്പക്കാർ, ഈ ചെറുപ്പക്കാർക്കൊരു സ്പിരിറ്റ് ഉണ്ട്. എന്താ ചെറുപ്പക്കാർ മുതൽ സഭയെ തന്നെ പല ഗ്രൂപ്പുണ്ട്. ഇപ്പം നിങ്ങളെയൊക്കെ ഒന്ന് ശരിക്കൊന്ന് സ്കാൻ ചെയ്താൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ കാണും, BJP-കാർ കാണും, കോൺഗ്രസ്സുകാർ കാണും, പിന്നെ പാർട്ടി ഇല്ലാത്തവർ കാണും, എല്ലാം ഉണ്ട്. അപ്പോൾ ചില സമയത്തിൽ ഒരാളൊരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ കാര്യമുണ്ടോ എന്നുള്ളല്ലോ ഉടനെ ഇവർക്ക് എതിർക്കണമെന്ന് തോന്നും. ഈ എല്ലാം ഇതിങ്ങനെ നമ്മൾ സമ്മിശ്ര ജാതി എന്നൊക്കെ വന്നവരല്ലേ നമ്മളെല്ലാം, ഇതുപോലെ പല പാർട്ടിയൊന്നും. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് വിശദീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരാൾ പറഞ്ഞ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ഉടനെ ഒത്തിരി അഭിപ്രായം പറയും, പിന്നെ അങ്ങനെ അത് വഷളായിക്കളയും. അത്രയേ ഉള്ളൂ, അല്ലാതെ കാര്യങ്ങളുണ്ടായിട്ടില്ല. അപ്പോൾ സിലോണിൽ പണ്ട് പുലികളുടെ പ്രശ്നം വന്നപ്പോൾ പേരുമാറ്റും സിലോൺ. അപ്പോൾ കേരളത്തിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ സിലോണിലുള്ള ബോർഡ് കണ്ടപ്പോൾ കല്ലെറിയാൻ തുടങ്ങി, പ്രശ്നമുണ്ടായി. അപ്പം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഈ പേര്, നിങ്ങൾ സിലോൺ പേര് മാറ്റാമെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് രജിസ്ട്രേഷന് വേണ്ടി സിലോണിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സിലോണാക്കി, അല്ലാതെ ദൈവസഭയുടെ പേര് സിലോണെന്ന് ഇന്ത്യന്നുമില്ലാണ്. അങ്ങനെ പേര് മാറ്റി. അപ്പോൾ വേണ്ട ഒരു കൂട്ടർ ഈ ആത്മീയരല്ലാത്തവന്മാർക്ക് ഈ പറഞ്ഞ പോലെ അവരുണ്ട് പേര് മാറ്റാൻ പാടില്ല, പാസ്റ്റർ പോൾ പറഞ്ഞിട്ടുണ്ട് പേര് മാറ്റിരുന്നത്. ഇവിടെ പാസ്റ്റർ പോൾ പറഞ്ഞാണ് വിഷയം. പാസ്റ്റർ പോൾ അങ്ങനെ പറഞ്ഞ് ഈ പേര് മാറ്റുന്ന സമയത്തിൽ അദ്ദേഹം ദീർഘദർശനത്തോട് പറഞ്ഞു, ഈ പേര് മാറ്റുന്നൊരു സമയം വരുമ്പോൾ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ടാകും, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കുറേ പേര് ഇതിനകത്തുനിന്ന് വിഘടിച്ച് എഴുന്നേറ്റില്ലേ. അപ്പം മേപ്പാടത്ത് ഈ പറഞ്ഞ പോലെ ഒരു പാർട്ടി ചെറുപ്പക്കാർ പേര് മാറ്റാൻ പാടില്ല, അവർക്കിങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ നേരെ എതിര് പറയുക, അത്രയേ ഉള്ളൂ. അവർക്ക് വല്ല ആവശ്യമുള്ളതാണോ? പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. ഞാൻ പണ്ടേ കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് മനസ്സുകൊണ്ട് ഈ സിലോൺ എന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ സഭ എന്തിനാണ് പേരിടുന്നത്? സിലോൺ ദൈവത്തിൻ്റെ സഭ, ദൈവസഭ. ആ ബൈബിളിൽ നിന്ന് വായിച്ചപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. അതുകൊണ്ട് ഈ പേരിനോട് എനിക്ക് ഇഷ്ടമല്ല, അത് മാറണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് 80 കാലയളവിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് പേര് മാറ്റി. അപ്പോൾ ഈ പിള്ളേർ എന്ത് ചെയ്തറിയാവോ, മദ്രാസിൽ നിന്ന് ഓർഡർ ഇട്ടു ദീപന്തിക്കോസ് എഴുതാൻ പറഞ്ഞു, പേര് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ചെറുപ്പക്കാർ പോയി, അവർക്ക് ഈ സഭയിൽ ഈ പറഞ്ഞ പോലെ ഒരു റിബലിംഗ് സ്പിരിറ്റ് ഉണ്ട്. എപ്പോഴും യൗവനക്കാർക്കൊരു റിബലിംഗ് സ്പിരിറ്റ് ഉണ്ട്. ഒരവസരം കിട്ടിയാൽ അവരുടെ രക്തം തിളയ്ക്കും. അപ്പോൾ ഒന്നാമത് ഈ രാഷ്ട്രീയം സ്കൂളിലും കോളേജിലും ഒക്കെ കിടന്ന് ഈ ഫൈറ്റിംഗ് കണ്ട് പഠിച്ച് ഒരവസരം കിട്ടി അവരും എതിർക്കും. അത് അവരുടെ ബ്ലഡിലുള്ള കാര്യമാണ്. പക്ഷെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആശ്വസിപ്പിക്കുന്നതിന് പകരം അവരെ ചൂടാക്കാൻ പോയി അവർ സമ്മതിക്കുമോ? അവരുടെ രക്തം നിങ്ങളെക്കാൾ ശക്തമുള്ളതല്ലേ. അപ്പോൾ ഇവർ പോയി രാത്രിയിൽ ദീപന്തിക്കോസിന് അടിച്ചിട്ട് സിലോണെന്ന് എഴുതി. കാരണവന്മാർ വൈകിട്ട് ചെന്നേച്ചും വിശുദ്ധന്മാർ പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും സിലോണെന്ന് എഴുതി. അങ്ങനെ അടുത്ത ദിവസം ഇങ്ങനെ ഫൈറ്റിങ് നടക്കുക. അപ്പോൾ ഈ കാരണവന്മാർ വയസ്സന്മാർ 2 പേര് വലിയ ടോർച്ചൊക്കെ ആയിട്ട് അടുത്ത് കുറ്റികൾ, അവിടെ മുഴുവൻ കനാനായ യാക്കോബക്കാരുടെ സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ബോർഡ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫെയ്ത്തും അതിൻ്റെ ഉള്ളിലാണ്, ഇപ്പോഴത്തെ ഫെയ്ത്തും അല്ല. അപ്പോൾ ഈ എല്ലാവരും ഒന്നുമല്ല, അവിടുത്തെ സഭയിലെ ചുരുക്കം പേരെ കാര്യമാണ് പറയുന്നത്. ഈ ചെറുപ്പക്കാരിലും കുറച്ച് പേര്, പ്രായമുള്ളവരിൽ 2-3 പേര്. അപ്പം ഞങ്ങൾ പറയുന്ന അനുസരിച്ച് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വൈരാഗ്യമായി. അവസാനം രാത്രിയിൽ ഈ ചെറുപ്പക്കാർ വീണ്ടും പേര് തിരുത്താൻ വന്നപ്പോൾ ഈ കാരണന്മാരും കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നിട്ട് ഇവരെ പിടിച്ചെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ശരീരത്തിൽ വാഴുന്ന ഈ ശക്തിയല്ലേ, ഈ ദുഷ്ടാത്മാവല്ലേ. അല്ല, പെന്തിക്കോസ് എന്ന് പറയുന്നത് പലതും ഈ പറഞ്ഞ പോലെ കടന്ന് തുള്ളുന്നതിൻ്റെയൊക്കെ പകുതിയും പരിശുദ്ധാത്മാവല്ല, ശരീരത്തിൻ്റെ ശക്തിയാണ്. പിന്നെ ഇതിനെ ഒതുക്കാൻ പരിശുദ്ധാത്മാവ് പെടുന്ന പാടും ഭയങ്കരമാണ്. നമ്മൾ ചാടി തുള്ളി മറന്ന് കിടക്കുന്നതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. നമ്മളിലുള്ള ഈ ജഡത്തിൻ്റെ ശക്തിയെ പരിശുദ്ധാത്മാവ് ഒതുക്കുന്ന സമയം അതെല്ലാം ഉണർവാന്ന് വിചാരിക്കരുത്. ഉണർവുണ്ട്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന്. അപ്പോൾ ഈ ജഡത്തെ ഒതുക്കുന്ന പരിപാടികളാണ്. ജഡത്തെ ശക്തി കൂടുന്നതിന് കൂടുതൽ ശക്തി വരും. മറ്റത് സൗമ്യതയുടെ ആത്മാവല്ലേ. എന്ന് വെച്ചുകൊണ്ട് സന്തോഷം വരും, ഞാനും ചാടുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ എന്ത് ചെയ്തു, ഈ കാരണന്മാർ പതിയിരുന്നിട്ട് ഈ ചെറുപ്പക്കാരുടെ ഒരു നല്ല ബലിഷ്ഠനായ ഒരു അച്ചായൻ ഒരു ചെറുപ്പക്കാരൻ്റെ കഴുത്തിന് കയറി പിടിച്ചു കേട്ടോ. കഴുത്തിന് പിടിച്ചാലും നാക്ക് വെളി വന്നു. അപ്പോൾ ഈ കനാനേക്കാരനൊരു അച്ചായൻ ദൂരെ നിന്ന് കണ്ട്, ശമൂലിച്ച് എന്തായി കാണിക്കുന്നു ചോദിച്ചു. അവൻ ചത്തുപോകുന്നു പറഞ്ഞു. ഇവിടെ പറഞ്ഞു
എന്നിട്ടും വിട്ടില്ല. പുള്ളി പോയി കൈക്കൊട്ടൊരു അടി വെച്ച് കൊടുത്തു ഈ അച്ചായൻ്റെ. അതുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ അച്ചായൻ ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വന്നു. മതവൈരാഗ്യ പേരിൻ്റെ പേരിൽ. അപ്പം ഇങ്ങനെയുള്ള വിഡ്ഢികൾ പെന്തിക്കോസ് ലോകത്തുമുണ്ട്. പേര് മനസ്സിലാവുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ പരിജ്ഞാനം ലഭിക്കാത്തവരും പക്വത വരാതിരിക്കുന്നവരും നമുക്കൊക്കെ പഴയ ആത്മാവ് കയറും. അതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളിൽ സണ്ടയും കലഹവും എവിടെയൊന്നോ നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന. അപ്പോൾ അതിനെയാണ് ഒതുക്കേണ്ടത്. അത് ഒതുക്കാതെ പെന്തിക്കോസ് വെള്ളയിട്ടുകൊണ്ടോ മീശ അടിച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് നല്ലതാണ്, യൂണിഫോം നല്ലതാണ്, എല്ലാ കമ്പനിക്കും ഒരു യൂണിഫോം ഉണ്ട്. അപ്പോൾ ഇതിനെ എങ്ങനെ ഒതുക്കാം? അതാ പൗലോസ് പറഞ്ഞ ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അല്ലാതെ കിടന്ന് എല്ലാം കാണുന്നില്ല. ഒരു പ്രശ്നം വരുമ്പോഴാണ് അവനവൻ്റെ തനി സ്വഭാവങ്ങളെല്ലാം പെന്തിക്കോസിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് പെന്തിക്കോസ് വന്നതുകൊണ്ടോ പിന്നെ വെള്ളച്ചട്ട ഇട്ടുകൊണ്ടോ പിന്നെ മീശ പഠിച്ചുകൊണ്ടോ ഒന്നും കാര്യമാകുന്നില്ല. അങ്ങനെയുള്ളതിനേക്കാളുപരി പരിശുദ്ധാത്മാവ് നമ്മൾ കീഴ്പ്പെട്ട് കൊടുക്കണം. ദൈവത്തിൻ്റെ വചനം വായിച്ചും പഠിച്ചും പരിജ്ഞാനമുള്ളവരായി തീരണം. കാരണം ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റോമാലയത്തിൽ വായിച്ചില്ല, മോഹം ജനിക്കുമാർ ജഡത്തിനയച്ച്. സ്റ്റാർട്ടിങ് എവിടെയാണ് വായിച്ചേ? 13:14. റോമാലേഖനം 13:14 വാക്യത്തിൽ പൗലോസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ ആരാ? ദൈവജ്ഞാനം, ദൈവത്തിൻ്റെ വചനം, ദൈവശക്തി. ഇത് ധരിച്ചു പോകുന്നവർ ഈ ശക്തി നമ്മളെ കീഴ്പ്പെടുത്തും. നമുക്ക് പെട്ടെന്ന് ആദ്യം കയറിയാലും പരിശുദ്ധാത്മ നമ്മളെ കീഴ്പ്പെടുത്തും. നോ, അങ്ങനെ ആത്മാവിന് നിയന്ത്രണമില്ലാതെ പെന്തിക്കോസുകാരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല. അതിനാണ് ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, അല്ലെങ്കിൽ ജഡം മുന്നിൽ വരും. ഈ ജഡമെന്ന് പറയുന്നത് എത്ര വലിയ വിശുദ്ധനാന്ന് പറഞ്ഞാലും ജഡം തന്നെയാണ്. ഈ മനസ്സിൻ്റെ പക്വത വരും തോറും ജഡത്തെ പക്വപ്പെടുത്തിയെടുക്കും. അതിന് പരിശോധനകളും കഷ്ടങ്ങളൊക്കെ പോയി പല ഉപദ്രവങ്ങളിൽ കൂടെ പോയി അറിവിൽ സമ്പാദിച്ച് വരുമ്പോഴാണ് ഇത് കാലക്രമമല്ല. പെന്തിക്കോസ് വന്നുകൊണ്ട് പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല. എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ വല്ലവരും അനുഭവം പറയേണ്ട ആവശ്യമുണ്ട്. ഇന്നും ഈ ശരീരം ശരിയായി പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിട്ടില്ല. എനിക്കറിയാമല്ലോ, അതിന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നതാണ് പറയുന്നത്. ഞങ്ങളതിനു വേണ്ടി കീഴ്പ്പെടുത്തി കൊടുക്കുക, അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴും പോവുകയാണ്. അതുകൊണ്ട് ഒരു അച്ഛൻ പറഞ്ഞില്ലേ, കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞില്ലേ, 90 വയസ്സായാലും ജഡത്തിൻ്റെ ശക്തി എഴുന്നേൽക്കും. മരിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കാണുമെന്ന് പുള്ളി പറയുന്നത്. പണ്ട് ഞങ്ങളൊക്കെ ഈ ഞായറാഴ്ച ഇറച്ചി, ഞങ്ങളുടെ നാട്ടിലെ ഇറച്ചി പോത്ത് കതിനെ വെട്ടുന്നത്, പശുവിനൊക്കെ വെട്ടുന്നത് അല്ലെങ്കിൽ കള വെട്ടുന്നത് ഞായറാഴ്ച. അപ്പോൾ ഞാനാണ് പോയി ഇറച്ചി വാങ്ങിക്കുന്നത്. ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് ചട്ടിക്കകത്ത് കൊണ്ടിടും, പള്ളിയിൽ പോവും. ആദ്യത്തെ കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ അരിയുന്നത്. മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഇറച്ചി കഷ്ണം ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യും. കാരണം ആ ഞരമ്പിൽ ഒരു ജീവൻ്റെ അംശം കിടക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ പെന്തിക്കോസ് ആയതുകൊണ്ട് മറ്റുള്ള ഏത് മനുഷ്യനായാലും അവൻ്റെ ജഡത്തിൻ്റെ ശക്തി ഇതിനെ ഇല്ലാതാക്കുമ്പോഴാണ് മനുഷ്യൻ നന്നാകുന്നത്. അല്ല ഭരണം മാറിയോണ്ട് കാര്യമില്ല. നാളെ കോൺഗ്രസ് വന്നാലും BJP മാറി രാഹുൽ ഗാന്ധി വന്നാലും ശരി, ഞാനും നീയും ശരിയാകാത്തടത്തോളം കാലം ഇന്ത്യ നന്നാകാൻ പോകുന്നില്ല. അത് പാർട്ടി ബേസിലല്ല, കാരണം പോരാട്ടം ജഡത്തിലാണ്. വായിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. അപ്പോൾ ജഡചിന്തയിൽ നിന്നാണ്. അപ്പോൾ ഈ മതങ്ങളെല്ലാം ജഡത്തിലാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ പേരിൻ്റെ CPM TPM എന്നുള്ള പേര് വന്നപ്പോൾ അത് ജഡചിന്തയാണ്. അല്ലെങ്കിൽ മദ്യപാനം, പെറുക്കൂത്ത്, വ്യഭിചാരം, ഇതെല്ലാം ജഡചിന്തയാണ്. ഇതിനെല്ലാം മേൽക്കൊള്ളണമെങ്കിൽ സ്വർഗീയ ചിന്തയുള്ളവരായി തീരണം. അതിനാണ് നമ്മൾ ഈ പഠിപ്പിക്കുന്നത്. സ്വർഗീയമായ പ്രത്യാശയും സന്തോഷമൊക്കെ വരുമ്പോൾ ഇത് മാറിപ്പോവും. നമ്മളിപ്പോൾ ഇവിടുത്തെ കാത്തിരിപ്യോഗത്തിലും ആരാധനയിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സന്തോഷിക്കല്ലേ. അപ്പോൾ അയലത്തുകാരൊരുത്തരോട് പറഞ്ഞു, പാസ്റ്ററെ ശബ്ദം കൂടുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദര, ഇവർ കള്ളു കുടിക്കത്തില്ല, മറ്റ് ദോഷങ്ങൾക്കൊന്നും പോകുന്നവരല്ല. അവർ തോട്ടത്തിലൊക്കെ ജോലി ചെയ്ത് വന്ന് ഇവിടെ ഞായറാഴ്ച ശനിയാഴ്ച വന്ന് ആത്മാവിൽ സന്തോഷിക്കുമ്പോഴേ അതിനെ തടസ്സം ചെയ്യണോ എന്ന് ഞാൻ ചോദിച്ചു. പിന്നെ പുള്ളി ഒന്നും വിട്ടില്ല. കാരണം അവരധ്വാനിക്കുന്ന കാശ് വീട്ടിൽ കൊണ്ടിരുന്നു, വീട്ടുകാരികൾ കൊണ്ട് ഉപയോഗിക്കുന്നു. മറ്റുള്ളവരെങ്ങനെയാണോ 700 രൂപയ്ക്ക് സമ്പാദിച്ചാൽ 500 രൂപ കൊണ്ട് ഒരു കുപ്പി വാങ്ങിക്കും. ചിലത് തെരുവിൽ കിടക്കും, ചിലത് അവിടെ കിടക്കും, വീട് നോക്കത്തില്ല. അവരതിൽ സന്തോഷിച്ച് ഗുണമല്ലോ ഉണ്ടോ? നാട്ടുകാർക്ക് ശല്യമാണ്. അപ്പോൾ ഈ അരമണിക്കൂർ ഒന്ന് ആത്മാവിൽ സന്തോഷിച്ച് നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ
റിസോർട്ടുണ്ടല്ലോ, അവിടെ പാട്ടും കൂത്തും ബഹളവും ഇല്ലാത്ത നാശം ഇതില്ലാത്ത ഇതെല്ലാം കാണിച്ച് അവർ കാശിന് വേണ്ടി വയ്ക്കുന്നു. ഞങ്ങളാരും തടസ്സം ചെയ്യുന്നില്ലല്ലോ, ഞങ്ങളത് കേൾക്കുന്നില്ലേ? അപ്പോൾ ആ സഹോദരന് മനസ്സിലായി, ശരി ശരി എന്ന് പറഞ്ഞു. കാരണം പാവപ്പെട്ട മനുഷ്യർ മദ്യപാനത്തിനോ ക്ലബിലോ അല്ലെങ്കിൽ അടിയുണ്ടാക്കാനോ പോകാതെ ദൈവസനെ ഒന്ന് പാട്ടുപാടി ആത്മാവിൽ സന്തോഷിച്ച് ഈ ആത്മീയ ലഹരിയിൽ അവർ പോകുന്നതുകൊണ്ട് അവർക്ക് വേറെ നഷ്ടമില്ല. അവർ സമ്പാദിക്കുന്ന കാശ് അവർ വീട്ടിൽ അവരുടെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്. പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ ഈ സന്തോഷത്തിലേക്ക് അതുകൊണ്ടാണ് നമ്മൾ ക്ഷണിക്കുന്നത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാനുസന്ധി. ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേ. അത് നിങ്ങൾ മതത്തിൻ്റെ അടിസ്ഥാനം ചിന്തിക്കാതെ ഈ യേശുക്രിസ്തുവിന്റെ രക്ഷയും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം സകല മനുഷ്യർക്കും ഒന്നിയാണ് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതല്ലേ മനുഷ്യത്വം. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ റോഡിലിട്ട് മീൻ വിൽക്കും. അപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഞങ്ങളുടെയൊക്കെ വീട്. ആരെങ്കിലും റോഡിൽ ചെന്ന് നല്ല പച്ചമത്തി കടപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന് പച്ചമത്തിയോ മീനോ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ വരുന്നതോടെല്ലാം പറയും, കേട്ടോ റോഡിൽ നല്ല മത്തി ഉണ്ട് കേട്ടോ, പോയി വാങ്ങിച്ചോണം. ഇതല്ലേ സഹോദര സ്നേഹം എന്ന് പറയുന്നത്. അത് ഞാനും എൻ്റെ വീട്ടുകാർ മാത്രം കഴിച്ചാൽ മതിയാണോ? അപ്പോൾ ഇതുപോലെ ഒരു രക്ഷയുടെ അനുഭവം ഞങ്ങൾ കണ്ടെത്തിയുകൊണ്ട് ഞങ്ങൾ മറ്റുള്ളവർ പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ, വേണമെങ്കിൽ എടുക്കണ്ട. അതിന് നിങ്ങൾ വാളും വേലും കൊണ്ടുവന്ന് ഗോലിയാത്തിനെ പോലെ കൊല്ലാൻ ശ്രമിച്ചാൽ തമ്പുരാൻ മേളിലുണ്ടെന്ന് നയനാർ പറഞ്ഞ പോലെ മേളിലൊരു തമ്പുരാനുണ്ടെന്ന് ഓർത്തോണം. അവരവിടുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ ചിലപ്പം കണ്ണടച്ച് പോയാൽ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളും ചിലപ്പോൾ ചൈനക്കാർ കയറി ആക്രമിച്ചെന്ന് വരും, പല നാശനഷ്ടങ്ങളുണ്ടായെന്ന് വരും. ഇതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഞങ്ങളതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചോണം. അതുകൊണ്ട് നല്ലത് ഏത് എടുക്കുക. നിങ്ങളുടെ മതത്തിൻ്റെ പുസ്തകവും ബൈബിളും ഖുറാനും ഭഗവത്ഗീതയെല്ലാം നിരത്തി വയ്ക്കേ. നിങ്ങളുടെ ആളുകളെല്ലാവരും കൂടി ഇത് പഠിക്കേ. ക്രിസ്തു പുരോഹിതന്മാരും ഉസ്താദും പൂജാരികളെല്ലാം പഠിച്ചിട്ട് ഏത് മനുഷ്യന് പ്രയോജനം അതെല്ലാം എടുക്കട്ടെ. അതെടുക്കാൻ നോക്കേ. അത് ഖുറാനിൽ നല്ലോണമെങ്കിൽ എടുക്കേ, ബൈബിളിൽ. അതല്ലേ യേശു ക്രിസ്തുവിൻ്റെ വചനം. സ്നേഹിക്കുക, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. അപ്പം ശത്രുക്കളെ സ്നേഹിക്കാനും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തുടങ്ങിയാൽ പിന്നെ വാളിൻ്റെ ആവശ്യമില്ലല്ലോ, പിന്നെ ശത്രുതയില്ലല്ലോ, കേസും മുഴക്കമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വരാൻ പോവുക. അതിന് നിങ്ങളാരും ചെയ്തില്ല തന്നെ, തമ്പുരാൻ തന്നെ അതിനുള്ള പദ്ധതി ഇട്ടിട്ടുണ്ട്. അതാണ് ലോകത്തെ ഭരിക്കുന്ന ഒരുത്തിൻ്റെ കൈ കൊടുക്കുകയാണ്. ഈ ലോകം ഒരുത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. അവൻ വന്ന ഈ മതങ്ങളെല്ലാം ഡിമോളിഷ് ചെയ്യും. അത് ഇസ്ലാമുകൾ പറയുന്നുണ്ടല്ലോ, ക്രിസ്ത്യാനികളും പറയുന്നുണ്ട്, ഹിന്ദുക്കളും പറയുന്നുണ്ട്. ഹിന്ദുക്കൾ അത് കൽക്കി അവതാരം എന്ന് പറയുന്നു, ഇസ്ലാം ഇമാം മഹദി എന്ന് പറയുന്നു, പിന്നെ ക്രിസ്ത്യാനികൾ ദജ്ജാൾ എന്ന് പറയുന്നു. ഹിന്ദുക്കൾ കൽക്കി അവതാരം അല്ല, അതിന് മുമ്പ് വരുന്ന വേറൊന്ന്. ഈ ലോകത്തിൽ ദുഷ്ടനെ സംഹരിക്കാൻ വേണ്ടിയാണ് കൽക്കി അവതരിക്കുന്നത്. ദജ്ജാലിനെ സംഹരിക്കാൻ ഇമാം മഹദി അല്ലെങ്കിൽ ഈസാ നബി വെളിപ്പെടുന്നവർ പറയുന്നു. ക്രിസ്ത്യാനികൾ പറയുന്നു യേശു ക്രിസ്തു രണ്ടാമത് വരും. ഇതെല്ലാം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭരണം ലോകത്ത് വരാൻ പോവുകയാണ്, ഏകലോക ഗവൺമെൻറ്. അതുകൊണ്ട് മതങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരും. മതങ്ങൾക്കെല്ലാം വ്യത്യാസം മാറ്റം വന്നതിന് ശേഷം ഏകലോക ഗവൺമെൻറ് ഭൂമി സ്ഥാപിക്കും. അപ്പോൾ അവൻ്റെ ഉരുക്കുമുഷ്ടിയും പട്ടാളവും അവൻ്റെ ജ്ഞാനവും കൊണ്ട് ലോകത്തെ ഒരു ഏകീകരിക്കും. അതിനുശേഷമാണ് നീതി വസിക്കുന്ന പുതിയ ഭൂമിയും പുതിയ ആകാശവും. അതാണ് യേശു ക്രിസ്തുവിൻ്റെ രാജ്യം എന്ന് പറയുന്നത്. ഇത് സത്യമാണ്. അതുകൊണ്ട് ഇനി ആരും മെനക്കെട്ടാലും മെനക്കെട്ടില്ലെങ്കിലും ഇത് സംഭവിക്കും. അന്ന് നീ നിൻ്റെ ആയസ് വെറുതെ കളയരുത്. ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ആരും ആയിക്കോട്ടെ, ബന്ധുക്കോസുകാരനോ IPC അർച്ചോക്കോടോ, ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃപയിലും പരിജ്ഞാനത്തിലും വളരുക. സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ്. ആ ദൈവം തമ്മിൽ തല്ലാൻ പറയുന്നുണ്ടോ? വെട്ടിക്കുത്താൻ പറയുന്നുണ്ടോ? സ്വയം ജീവനെ അർപ്പിച്ചവനായ യേശു ക്രിസ്തു. അതല്ലേ ശരിയായ പാഠം. ആ നല്ല പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുന്നെങ്കിൽ കിട്ടും. അല്ലാതെ നിങ്ങൾ ഈ പെന്തിക്കോസും ചുമന്നിട്ടൊരു കാര്യമൊന്നുമില്ല. TPM IPC ചർച്ചോക്കോട് അതൊക്കെ താൽക്കാലികമായി ചെടിച്ചട്ടിയെന്ന് പറഞ്ഞുള്ളൂ. നീ എന്തായി? അപ്പം എന്നിൽ പോരാടുന്ന പോരാട്ടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ അത് ഉയർച്ചൽ ബലം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ആ ശക്തി കൊണ്ട് വേണം നമ്മളതിനെ ജയിക്കാൻ. അല്ലെങ്കിൽ നാം എന്നും അടിമനുഖത്തിൽ കിടക്കും. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചെന്ന് പറഞ്ഞാലും മനുഷ്യൻ ആ സ്വാതന്ത്ര്യം കൊണ്ട് ഒരു ഗുണമില്ലാതെ പോകും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. വായിക്കാം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോ. വീണ്ടും അടിമനുഖത്തിലേക്ക് പോകരുത്.
അതിൽ അടിമതകം എന്താ? പലതുണ്ട്. അതൊന്നും വിവരിക്കാൻ ഇപ്പോൾ സമയമില്ല, പിന്നീട് ഒരിക്കൽ പറയാം. അതിൻ്റെ ഹെഡ് പോയിന്റ് മാത്രം പറയാം. വീണ്ടും വായിച്ചു, തമിഴ് വായിച്ചതെന്ന് ഗലാത്യർ 5:5 മുതൽ വസനം. മലയാളം വരും. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ. അടിമനുഖത്തിൽ പോയി കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യം ഇന്ത്യക്ക് 79 വർഷം കിട്ടിയെങ്കിൽ നിനക്കുള്ള സ്വാതന്ത്ര്യം എന്താണ്? നിനക്ക് സ്വാതന്ത്ര്യമായോ? നീ നിവർന്നു നിൽക്കാൻ സാധിച്ചോ? നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായോ? ഇല്ലെങ്കിൽ വെറുതെ സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് എന്താ ഗുണം? കുറേ നേതാക്കന്മാർ നല്ല കഷ്ടപ്പെടുന്നു. മോദിജി ആണെങ്കിൽ ഇന്ത്യയെ ഒരു നല്ല രീതി കൊണ്ടുവരാൻ അദ്ദേഹം ഈ വയസ്സുകാലത്ത് അക്ഷീണ പരിശ്രമം ചെയ്യുന്നു. കേരളത്തിലെ നേതാക്കന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സംഗതി പിന്നെയും വഞ്ചി തരുന്നക്കരെ പ്രശ്നങ്ങൾ കൂടുന്നില്ലാതെ കുറയുന്നില്ല. അപ്പോൾ വ്യക്തികളിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് യേശു വ്യക്തികളോട് സുവിശേഷം അറിയിച്ചത്. കർത്താവായ യേശുവിൻ്റെ സുവിശേഷത്തെ കുറിച്ച് ബില്ലിഗ്രാം പറയുന്നത് വേർഡ്സ് ഓഫ് ദ സ്ട്രീറ്റ് എന്നാണ്. തെരുവീതിയിൽ ശബ്ദം. തെരുവീതിയിലാണ് അവർ ശബ്ദിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യന് പരിവർത്തനം ഉണ്ടാകണം, അല്ല മതപരിവർത്തനമല്ല. മതം പരിവർത്തനം ചെയ്യുന്നവനെ ശിക്ഷിക്കണം, മതത്തിലേക്ക് ചേർക്കുന്നവനെ ശിക്ഷിക്കണമെന്ന് ഞാനും പറയുന്നത്. പക്ഷേ നന്മ മനുഷ്യർ കൊടുക്കാൻ മനപരിവർത്തനം ആവശ്യമാണ്. അതാണ് യേശു പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ മത്തായിയുടെ സുവിശേഷം 11:28-29 വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട്. അപ്പം ഒരു നുഖത്തിൽ നിന്ന് രക്ഷപ്പെടണം, മറ്റൊരു നുഖം നമുക്ക് ആവശ്യം. നുഖം എന്ന് പറഞ്ഞാൽ ഈ കഴുത്ത നുഖം വയ്ക്കുന്നതല്ല, ഒന്നിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഗലാത്യർ 5:1 വായിച്ചല്ലോ, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോരുത്. മനുഷ്യൻ ഏതൊക്കെ അടിമനുഖത്തിലാണ് കുടുങ്ങിപ്പോകുന്നത്? അതിൻ്റെ വാക്യം മാത്രം പറയാം. ഒന്നാമതായി നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രൈമിലായിരുന്ന സമയത്തിൽ, അതിനു മുമ്പ് നമുക്കറിയാം 2 കൊരിന്ത്യർ 4:4 വായിച്ച്, ഒന്നാമത് മനുഷ്യൻ അടിമപ്പെടാൻ കാരണം എവിടെയാണ്? 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി. ജീവനുള്ള ദൈവത്തെ, സത്യദൈവത്തെ, ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുന്നതിന് പകരം കണ്ടെത്തിയ മനുഷ്യൻ താൽക്കാലികമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മോഹങ്ങൾ ജനിച്ചപ്പോൾ എളുപ്പ വഴിയിൽ കൂടെ, കുറുക്ക് വഴിയിൽ കൂടെ ചിലത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് ലോകജ്ഞാനം പറഞ്ഞു കൊടുത്തു. ഈ വൃക്ഷത്തിൻ്റെ ഫലം അനുസരണക്കേട് കാണിച്ചാൽ, നിങ്ങൾ ദൈവത്തെ തള്ളി പറഞ്ഞ് അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെയാകും. വേറൊന്നുമല്ല പറഞ്ഞു, ദൈവത്തെ പോലെയാകും. പിന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സുഖമായിട്ടൊക്കെ നല്ല ദൈവത്തെ പോലെ ജീവിക്കാം. നോക്കണം, ഈ പൊട്ട മനുഷ്യന് ഈ വാക്ക് കേട്ട് വിശ്വസിച്ചതാണ് അവൻ്റെ കണ്ടു കുരുടായിപ്പോയത്. അതുകൊണ്ടാണ് ഈ ലോകത്തിൻ്റെ വൈച്ചയും ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ് കുരുടാക്കി. അപ്പം ദൈവത്തിനുള്ള വിശ്വാസം കളയുക എന്നുള്ളതാണ് സാത്താൻ്റെ ഏക ലക്ഷ്യം. ഇന്നും അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യദൈവത്തെ വിശ്വസിക്കരുത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ, ഇവിടെ സോക്രട്ടീസ് ജനിച്ചു, പ്ലേറ്റോ ജനിച്ചു, മുഹമ്മദ് ജനിച്ചു, ബുദ്ധൻ ജനിച്ചു, ജൈനൻ എല്ലാം ജനിച്ചു. യേശു ക്രിസ്തു ജനിച്ചിട്ടില്ല. ഒരു നിരീശ്വരവാദി പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിച്ചതായിട്ട് ചരിത്രമില്ല. അപ്പോൾ അതിന് വേറൊരാൾ പറഞ്ഞു, അത് ബാക്കി ആര് ജനിച്ചാലും കുഴപ്പമില്ല, കാരണം അവർ ഇതിനോടൊക്കെ ചേർന്ന് പോകുന്ന മനുഷ്യരാണ്. യേശു ക്രിസ്തു വേറൊന്നാണ്. അതുകൊണ്ട് സാത്താൻ യേശുവിനെ പിടിക്കുന്നില്ല. ഇന്നും യേശുവിനെ ഇല്ലാതാക്കുക അവൻ ശ്രമിക്കുന്നു, പക്ഷെ നടക്കത്തില്ല. ബാക്കി എല്ലാവരും അംഗീകരിക്കും, പക്ഷേ യേശു ക്രിസ്തുവിനെ മാത്രം സമ്മതിക്കാൻ പ്രയാസം. യേശു ക്രിസ്തു ചരിത്രപുരുഷനല്ല. ബാക്കി അപ്പോൾ അയാൾ ചോദിച്ചു, സോക്രട്ടീസ് ചരിത്രപുരുഷനല്ലേ? ആണല്ലോ. അതിന് മുമ്പ് അലക്സാണ്ടർ, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നും ചരിത്രപുരുഷനാണെന്നുള്ള തെളിവല്ലേ ഇത് ലോകത്തിൽ ഈ കാണുന്ന സമൂഹം. അപ്പോൾ അതാണ് സാത്താനല്ലേ. അപ്പോൾ മനുഷ്യനല്ല ഇതിന് പോരാടുന്നത്, സാത്താനാണ്. അവൻ അന്നേ തുടങ്ങി, ഏതൻ തോട്ടത്തിലെ ആദ്യ മനുഷ്യന് തുടങ്ങിയ പോരാട്ടമാണ്. അവൻ്റെ കണ്ണു കുരുടാക്കി അവിശ്വാസികളുടെ മനസ്സിനെ. ഇന്നും അതാണ്, മതവും രാഷ്ട്രീയവും ചേർന്ന് രണ്ടും. കാറൽ മാർക്സ് മതം മയക്കുന്ന കറുപ്പെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അതുപോലെ തന്നെയാണ്. ഇത് കണ്ടില്ലേ, ഒരാളെന്ന് പറഞ്ഞ് സഹിക്കാനൊക്കത്തില്ല, ഇവർ പറഞ്ഞ് അവർ പറയുന്ന സഹിക്കത്തില്ല, ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ മാത്രം പൊക്കി പറഞ്ഞോണം. എന്തോ ഒരു കാലമാണ് നോക്കിയത്. ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ മാത്രം പൊക്കി പറഞ്ഞോണം, വേറൊരുത്തരെ പൊക്കി പറയരുത്, വേറൊരുത്തരെ നന്മ പറയരുത്. എവിടെ വരെ വളർന്നു നോക്കി. ചില പിള്ളേർ രാവിലെ വഴക്കുണ്ടാക്കുന്ന പോലെ പരിജ്ഞാനവും പക്വതയും ഇല്ലാത്ത രാഷ്ട്രീയക്കാർ.
പരിജ്ഞാനവും പക്വതയില്ലാത്ത മത നേതാക്കന്മാർ, ഇവരാണ് ഇന്ന് ഭൂമിക്ക് ഏറ്റവും വലിയ ശാപമായി തീർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മതവും രാഷ്ട്രീയവും ഇല്ലാത്തൊരു കാലം വരും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളതുകൊണ്ട് നമ്മൾ സമാധാനമായിരിക്കുന്നു. വീണ്ടും വായിച്ച വാക്യം, ദൈവപ്രതിമയായി ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസിയുടെ മനസ്സ്, ഈ ലോകത്തിന്റെ ദൈവം, ഈ ലോകത്തിന്റെ ജ്ഞാനം അത് കാലാകാലങ്ങളിൽ ഓരോരുത്തരും കൂടെ കയറി വന്നിട്ട് ഈ അല്പന്മാരായ മനുഷ്യരെ, ശരിയായ ഗ്രാഹ്യങ്ങളില്ലാത്ത മനുഷ്യനെ ചതിക്കുകയാണ്. മതവും രാഷ്ട്രീയവും രണ്ടും. ഇത് അവിടെയാണ് ഒന്നാമതായി മനുഷ്യൻ അടിമപ്പെട്ടു പോകുന്നത്. സാത്താൻ്റെ അടിമത്തത്തിലേക്ക് അവൻ പോയി. പിന്നെ അവൻ പറയുന്നത് കേൾക്കേണ്ടി വരും. അവൻ്റെ വേല എന്താ? സാത്താൻ്റെ വേല തന്നെ കൊല്ലുക, മുടിക്കുക, അറക്കുക, നശിപ്പിക്കുക. ഡിസ്ട്രക്റ്റീവ് സ്പിരിറ്റാണ്. ആ ഡിസ്ട്രക്റ്റീവ് സ്പിരിറ്റിലൊന്നാണ് ട്രാൻസ്പോർട്ട് ബസ്സിൽ കല്ലെറിയുക, മറ്റുള്ളവരുടെ സ്ഥാപനം ഇല്ലാതാക്കുക. ഇതെല്ലാം ഈ സാത്താന്യ ശക്തി വ്യാപരിക്കുന്നതുകൊണ്ടാണ്. ദൈവികമായ സ്വഭാവം കൺസ്ട്രക്റ്റീവാണ്. പണിയുക, മറ്റുള്ളവരെ പുനരുദ്ധരിക്കുക. ഇതിന്ന് മനസ്സിലാക്കാം. നീ ഏത് പാർട്ടിക്കാരനാകട്ടെ, ഏത് മതക്കാരനാകട്ടെ, കൺസ്ട്രക്റ്റീവ് മനസ്സ് ഒരുത്തനെ പണിതെടുക്കുക, ഒരുത്തനെ ഉത്തേജിപ്പിക്കുകയാണെങ്കിൽ നിന്റെ ദൈവികവും മറ്റുള്ളവർ ദോഷം ചെയ്യുന്നെങ്കിൽ, നശിപ്പിക്കുന്നെങ്കിൽ നിന്നിൽ പൈശാചികമാണെന്നുള്ളത് വ്യക്തമാണ്. അത് രണ്ട് സ്പിരിറ്റ്, രണ്ട് ജ്ഞാനം. അതാണ് യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ ഉയരത്തുനിന്നുള്ള ജ്ഞാനം ഒന്നാമത്, ഈ ലോകത്തിലെ സാത്താൻ്റെ ജ്ഞാനം നശീകരണവും, ദൈവത്തിൻ്റെ ജ്ഞാനം രണ്ടും വായിച്ച്. യാക്കോബിൻ്റെ ലേഖനം 3:15 വാക്യം, 3-ാം അധ്യായം, യാക്കോബിൻ്റെ ലേഖനം 3:15 ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായ, ഭൗമികവും പ്രാകൃതവും പൈശാചികവും. അതല്ലേ ഇന്ന് ലോകത്ത് കിടക്കുന്നത്. തമ്മിൽ അടിച്ച് തകർക്കുക, മറ്റുള്ളവൻ്റെ ഇല്ലാതാക്കിയിട്ട് എനിക്കിവിടെ വാഴണമെന്ന് സാത്താൻ്റെ ശക്തിയാണ് ഇന്ന് പല രാഷ്ട്രീയക്കാരിലും. ഈ ഇവന്മാർ ജോലി എന്താ പണി? രാവിലെ എഴുതിരിക്കുന്ന നടക്കും. അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല, അവരെ കുറ്റം പറഞ്ഞു, ഇവനെ കുറിച്ച് ചാനൽ കയറി അവിടെയും മനുഷ്യന് സ്വത്ത് കൊടുക്കുമോ? എന്നാൽ ഞാൻ തെറ്റുകാരാന്ന് ഓരോരുത്തരെങ്കിലും പറയുമോ? അവൻ ശരിയല്ല, ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞ് ലോകത്തെ മലിമസമാക്കുന്ന രാഷ്ട്രീയ ശക്തികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ സാത്താൻ്റെ ശക്തിയാണ്. മതനാക്കി ഇപ്പുറത്ത് യുവന്മാരും മത നേതാക്കന്മാരും. ഇതെല്ലാം പൈശാചിക ശക്തികൾക്ക് അടിമപ്പെട്ടു പോകുന്നതുകൊണ്ടാണ്. യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യും? ക്ഷമിക്കുക, സ്നേഹിക്കുക. അപ്പോൾ ഒന്നാമത്തെ മനുഷ്യൻ അടിമപ്പെട്ടത് ഏദനിൽ വെച്ചാണ്. രണ്ടാമത് മിസ്രയീം നുകം. ഞാൻ പതിനടിസ്ഥാനത്തിന് പറയാം. വായിച്ച ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഹെഡിങ് മാത്രം തരാം. പിന്നെ ഒരു സമയത്ത് നമുക്ക് ഈ എല്ലാ നുകങ്ങളെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിക്കാൻ ദൈവം അവസരം തന്ന് ചിന്തിക്കാം. വായിക്കാം. ലേവ്യ പുസ്തകം 26-13. ഞാൻ നിങ്ങളുടെ നുകം കൊണ്ട് നുക കൈകളെ ഓടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. അതിന് മേളത്ത് വാക്യം കൂടെ, നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളായി. ഇവിടെ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് നോക്കണം. ഇസ്രായേൽ അബ്രഹാമിൻ്റെ കാലത്തിൽ വീണ്ടെടുക്കപ്പെട്ട ജനമായിരുന്നു, വാഗ്ദത്ത സന്തതിയാണ്. പക്ഷേ ഇപ്പോൾ അവർ മിസ്രൈമിലേക്ക് പോയി. ആ മിസ്രൈമിൽ ചെന്ന് 400 വർഷം, 430 വർഷത്തിന് മേളിൽ മിസ്രൈം, ഈജിപ്റ്റ് ഫറവോനെ അവർ സേവിച്ചുകൊണ്ടിരുന്നു. അവസാനത്തിൽ അവരവിടെ കിടന്ന് ദുരിതം അനുഭവിച്ചപ്പോൾ ദൈവം അവരുടെ നുകം, മിസ്രൈമി നുകം, വായിക്കാം വീണ്ടും വായിക്കും. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുക കൈകളെ ഓടിച്ച്. അപ്പോൾ ദൈവത്തിന് മാത്രമേ മനുഷ്യന് അവൻ്റെ പാപത്തിൽ രക്ഷിപ്പാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തു വിശ്വസിച്ച് ഞാൻ ഉൾപ്പെടെ എൻ്റെ 19ാമത്തെ വയസ്സിൽ മദ്യപാനും മറ്റു പല ലോകത്തിൻ്റെ എൻ്റർടൈൻസിൽ ഈടുപെട്ട് ജീവിതത്തിൽ ലക്ഷ്യം തെറ്റിയ സമയത്താണ് കർത്താവായ യേശു ക്രിസ്തു എന്നെ മുറിയിൽ വെച്ചു എന്നോട് സംസാരിച്ചു. നിൻ്റെ പാപത്തിന് വേണ്ടിയാണ് ഞാൻ കാൽവരിയിൽ മരിച്ചത്. അതുകൊണ്ട് എനിക്ക് വേറെ സാക്ഷ്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നോട് പെന്തിക്കോസുകാർ ഞാൻ കണ്ടിട്ടില്ല, ഒരൊറ്റ പെന്തിക്കോസുകാരും കണ്ടിട്ടില്ല, ഒരുത്തരും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. ഒരു രാത്രിയിൽ 9-10 മണിയോടുകൂടി എൻ്റെ മുറിയിൽ മുട്ടുമേ നിൽക്കുമ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, നിൻ്റെ പാപത്തിന് വേണ്ടി. ശബ്ദവും ദർശനവും കണ്ടു. എനിക്കത് കൂടി സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ അനുഭവമാണ്. എൻ്റെ ജീവിതം മാറിപ്പോയി. ഒറ്റ രാത്രി കൊണ്ട് ഞാനൊരു പുതിയ മനുഷ്യനായി മാറി. ഇതുകൊണ്ട് എനിക്കെന്നാ സാക്ഷ്യം? ഇനി ആരെന്തെല്ലാം പറഞ്ഞാലും എനിക്ക് അതിനെ തള്ളി പറയാൻ നോക്കൂ. പിന്നീടുള്ള അനുഭവങ്ങൾ എത്ര അനുഭവങ്ങളാണ്. അപ്പോൾ ആ മിസ്രൈമി നുകം എന്ന് പറയുന്നത് ഫറവോൻ്റെ ശക്തി, അത് സാത്താൻ്റെ ശക്തിയാണ്, പാപത്തിൻ്റെ ശക്തി. അപ്പോൾ പിശാചി മനുഷ്യൻ്റെ മനസ്സിനെ തെറ്റിച്ചു. പിന്നീട് പാപത്തിൻ്റെ ശക്തി അവരെ വാഴുന്നു. ആ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടുവിക്കും. അതാണ് യേശു ക്രിസ്തു അധ്വാനിക്കുന്ന ഒരു ഭാരം നിങ്ങളെല്ലാവരും ഏറ്റെടുക്കും, ഞാൻ നിങ്ങളെ. അത് അപ്പം മിസ്രൈമി നുകം എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. രണ്ടാമത് നുകം ഏതാണ്? ബാബിലോണിയ നുകം. ഇസ്രായേൽ ജനം
ദൈവജനത്തിനൊരു ദൃഷ്ടാന്തമാണ്. അത് വായിച്ച് ഇരമ്യാപ്രകാരം 25-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം വായിച്ച്, ഈ മിസ്രൈമിൽ നിന്ന് പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ വീണ്ടും വേറൊരു നുഖത്തിൽ പോയി വീഴുകയാണ്. അപ്പം ഇതിക്കോസാർ ഓർത്തോളം, രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും നിങ്ങൾ ചില മതശക്തിയിലേക്ക് പോകുന്നു, വേറെ ചില ജഡത്തിൻ്റെ ശക്തിയിലേക്ക് പോകുന്നു. സിനിമ കാണത്തില്ലായിരിക്കാം, സിഗരറ്റ് വലിക്കത്തില്ലായിരിക്കാം, അല്ലെ കള്ളു കുടിക്കത്തില്ല, ഇപ്പോഴത്തെ എല്ലാം കുറച്ച് ഉള്ള കാര്യം പറയുന്നത്. ഇതെല്ലാം വിടുതൽ കിട്ടി, പക്ഷേ നിങ്ങളുടെ ജഡം ശക്തിക്ക് അടിമയാണ്. ജഡിക പോരാട്ടങ്ങൾ അത് നമ്മളെ വിട്ടു പോകുന്നില്ല. അതാണ് ബാബിലോണിയൻ നുകം. നോക്കണം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ജനം മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടെങ്കിലും അവരെ ജഡത്തിൻ്റെ ശക്തികൾ, ദുരാഗ്രഹങ്ങൾ അവരെ പിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്തു? ദൈവം തന്നെ അനുവദിച്ചു കൊടുത്തു. എന്താ, നിങ്ങൾ ഈ ആത്മീയ അനുഭവങ്ങളെക്കാൾ ജഡിക സുഖങ്ങളും മറ്റു ചില കാര്യങ്ങളും ഈ ലോകത്തിൻ്റെ ഐശ്വര്യങ്ങളിലേക്ക് പോയി അനുഭവിച്ചോളാൻ പറഞ്ഞു. അനുഭവിച്ച് അവസാനം രോഗിയായി, ക്ഷീണിതരായി, കടബാധ്യതരായി, എഴുന്നേറ്റ് തീർന്നു നിൽപ്പാൻ കഴിയാത്തവണ്ണം ബാബിലോണിയ ശക്തികൾ അവരെ ഞെരുക്കിക്കളഞ്ഞു. പക്ഷേ ദൈവം എന്താ പറഞ്ഞു? വായിച്ചേ 25-ന്റെ ഈ ദേശമൊക്കെ ശൂന്യമോ സ്തംഭനഹേതുമോ ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. നോക്കണം. അപ്പോൾ പലരും പെന്തിക്കോസ്തി വന്നെങ്കിൽ പോലും, രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പോലും, ഈ പുറമേയുള്ള ആരാധന അടിച്ചാലും ഇന്നും പലരും അടിമകളാണ്. ഏതിൽ? ജഡിക പോരാട്ടങ്ങളെ അവർക്ക് ജയിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഭൗമികമായ കാര്യങ്ങളാണ് പ്രധാനം. രാത്രി കിടന്നാലും എഴുന്നേൽക്കുമ്പോഴും പണം സമ്പാദിക്കുന്ന ഒരു കൂട്ടർ, സ്വയം എൻ്റെ ഞാനെന്നുള്ള അഹങ്കാരം വേറൊരു കൂട്ടരിങ്ങനെ. അപ്പോൾ ഇതിലിങ്ങനെ ജഡത്തിൻ്റെ ശക്തി വാഴുന്നതുകൊണ്ട് ഒരു വിടുതലില്ല, ഞരക്കം. പക്ഷേ എന്ത് ചെയ്തു? പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ സഹായിക്കണം, എൻ്റെ ജഡിക പോരാട്ടങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് 70 സംവത്സരം പെട്ടെന്ന് മാറുന്നില്ല കേട്ടോ, അതിന് പേടിക്കണ്ട. അങ്ങനെയുള്ള പോരാട്ടങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ പിന്മാറിപ്പോകുന്നില്ല. കാരണം അവർക്കൊരു വിടുതലുണ്ട്. അതൊരു സർട്ടൺ പീരീഡ് നിങ്ങൾ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം അനുഭവിച്ചിട്ട് വാ. അപ്പം പിന്നെ പ്രശ്നമില്ലല്ലോ. കമ്പൽസറി ആയിട്ട് ഒരുത്തിനെ പിടിച്ചു നിർത്താൻ കഴിയുമോ? ഇതിൻ്റെ സമയത്ത് പുറത്താക്കും, ഇതൊന്നുമല്ല. പോട്ടെ, അവരിവിടെ, അവർ പോട്ടെ. അവർ പോയി കുറേ ആൾ കഴിയുമ്പോൾ തിരിച്ചു വരും. മുടിയനായ പുത്രൻ പോയതുപോലെ ഇത് ഇത്രയുള്ളത് മനസ്സിലായി. ശരീരവും ക്ഷയിച്ച്, പണവും ക്ഷയിച്ച്, മനസ്സും പോയി, മാനവും പോയി കഴിയുമ്പം ഇങ്ങനെ തിരിച്ചു വരും. അപ്പോൾ അതൊക്കെ ശാന്തമായിട്ട് കയറി വരുന്ന സമയം വരും. അങ്ങനെ കുറേ പേര് തിരിച്ചു വരും, എല്ലാവരും വരത്തില്ല. അതാണ് ബാബിലോണിയൻ നുകം. മറ്റേ അത് മൂന്നാമത്തെ നുകം അതാണ്. 1 മിസ്രൈം നുകം, 2 ബാബിലോണിയൻ നുകം, 3 അശൂറിൻ്റെ നുകം. അതെവിടെ എഴുതിയിരിക്കുന്നത്? യെശയ്യാപ്രവചനം 10:27 വായിച്ചേ. യെശയ്യാപ്രവചനം 10:27. അപ്പം 3 നുകങ്ങൾ നമ്മുടെ മേൽ ആധിപത്യം ചെയ്യുന്നുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മിസ്രൈമേ, ലോകത്തിൻ്റെ ഇരുമ്പ് ചൂള എന്ന മിസ്രൈമി നിങ്ങളെ വിടുവിച്ചെന്നാണ്. അപ്പോൾ ലോകത്തിൻ്റെ പാപത്തിൻ്റെ കാഠിന്യത്തിൽ വരുന്ന ഞാൻ രക്ഷിക്കപ്പെട്ട് വന്നാലും രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ഈ ബാബിലോണിയ ശക്തി പിന്തുടർന്നുകൊണ്ടിരിക്കും. അതെല്ലാവരും വരും, എനിക്കുൾപ്പെടെ എല്ലാവർക്കും ഉണ്ടത്. അത് അവസാനം വരെ ഒരു പോരാട്ടമാണത്. പക്ഷെ അത് ജയിക്കും. കർത്താവ് നമുക്കതിന് ജയം തരും. അതുകൊണ്ട് ആരും നിരാശപ്പെടരുത്, പ്രാർത്ഥിച്ചു കർത്താവിനെ വിടുവിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പൊക്കോണം. അയ്യോ ഇല്ല, ഒരു നാളെന്നെ കൊന്നുകളയെന്ന് വിചാരിക്കും. പൗലോസ് ദാവീദ് പറഞ്ഞ പോലെ 1 ശമൂവേൽ 27-ാം അധ്യായത്തിൻ്റെ 1 വായിക്കുന്ന പോലെ അവിടുത്തെ വായിക്കുന്നത്, ഈ വെളിപ്പാടും ദർശനമൊക്കെ പ്രാപിച്ച് വന്നിട്ട് കാര്യമൊന്നുമില്ല, എന്നെ ഒരു ദിവസം ഈ പിശാച് വിഴുങ്ങും, ഈ ജഡം എന്നെ അടിമപ്പെടുത്തും, ഈ ജഡിക സ്വഭാവം എനിക്ക് വിടുതലില്ല, ഞാൻ ജീവിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നിരാശപ്പെടേണ്ട, നിനക്കൊരു ദിവസം വിടുതലുണ്ട്. വായിച്ചേ. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. പക്ഷേ ദാവീദ് പോയില്ലല്ലോ, നശിച്ചില്ലല്ലോ, ദൈവം അവനെ വിടുവിച്ചു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളോട് പോരാടുന്നത് ബാബിലോണിയൻ നുകത്തെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടരുത്. ഭാരത്തോട് പ്രാർത്ഥിച്ചാൽ മതി, കർത്താവ് നിങ്ങൾ വിടുവിക്കും. കാരണം എന്താ? ഇപ്പോൾ ഈ യെരുശലേമിനെ നശിപ്പിച്ചതിൽ നിന്നൊരു വിടുതലുണ്ട്. യിരെമ്യാപ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ആ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥയ്ക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിച്ചോണം. വായിച്ചേ. ദാനിയേൽ 9:2-25. അയ്യോ, എൻ്റെ ജനത്തെ വിട്ട് പോയി കളയേണ്ടതിന് മരുഭൂമി. ദാനിയേൽ 9:2 വാക്യം. അവിടെ ദാനിയേൽ ഈ പ്രവാസകാലത്ത് നിന്ന് വിടുതലിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥനയാൽ ദൈവത്തിൻ്റെ സമയം വന്നപ്പോൾ അതിനൊരു വിടുതൽ കൊടുത്തു. അപ്പം ബാബിലോണിയ ശക്തി, നമ്മുടെ ജഡത്തിൻ്റെ പോരാട്ടങ്ങൾ പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. അത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പിന്നീട് ആ വഴികൾ ഉപേക്ഷിച്ച് നമ്മൾ
ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെട്ട് പോകുമ്പോൾ ആ ശക്തി നമ്മൾ പോകും. വായിച്ചേ. അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും. അപ്പോൾ ദൈവം പറഞ്ഞ ആ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ പാഠം പഠിച്ചു, മനസ്സിലായി. ചിലർ വിട്ടു പോകുന്നില്ല. ചില പിള്ളേരെ കണ്ടില്ലേ, പെന്തിക്കോസിലൊന്നും പിടിക്കുന്നില്ലോ, ഇതൊന്നുമല്ല. സോഷ്യൽ മീഡിയ കയറി അത് കേട്ടു ഇത് കേട്ടു, യേശു ക്രിസ്തു ദൈവമല്ല, അല്ലെങ്കിൽ നാളൊരു സഹോദരി പറഞ്ഞ പോലെ അത് ഗോത്രതലവനാണ്. ഇങ്ങനെ ഓരോന്നും കേട്ട് കേട്ട് അങ്ങ് തലയ്ക്ക് വെളിവിലങ്ങ് പോകും. പോട്ടോയെ, അവരെ നിങ്ങൾ നിർബന്ധിക്കാൻ പോകണ്ട. കാരണം ദൈവരാജ്യത്ത് ചിലപ്പോൾ ഈ ബന്ധമൊന്നും ഇല്ലല്ലോ. കറങ്ങി തിരിഞ്ഞ് പറഞ്ഞ പോലെ പല അനുഭവങ്ങളും തിരിച്ചു വന്നോളും. അന്ന് സ്വീകരിച്ചാൽ മതി. സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കണം. അപ്പടിനായ പുത്രൻ്റെ അപ്പനെ പോലെ ചെരുപ്പ് തയ്ച്ച് സന്തോഷത്തോടെ സ്വീകരിച്ചോണം. അല്ലാതെ പുറകെ നടന്ന് അവർ ഉപദ്രവിക്കാൻ പോകരുത്, ശപിക്കാൻ പോകരുത്. നിങ്ങളും അങ്ങനെ പ്രവാസം കിടക്കുകയല്ലേ, നിങ്ങൾ പോയില്ലെന്നല്ലേ ഉള്ളൂ. നിങ്ങൾ കോട്ടയിൽ കിടക്കുന്ന പ്രവാസം മറ്റൊരു കോട്ടയ്ക്ക് വെളിയിൽ പോയെന്നുള്ളേ ഉള്ളൂ. അത് വായിച്ച് ആ ശൂന്യാവസ്ഥ മാറുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മാറിയോ? 25-ാം വാക്യം വായിച്ച്. 25-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അന്തത്തിൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ് ദൈവം. വായിക്കാം. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടും. അപ്പോൾ ഇതിനൊരു യഥാസ്ഥാനം വരും. ദൈവമക്കളുടെ ഈ പ്രവാസങ്ങൾ മാറി ഒരു യഥാസ്ഥാനം വരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അതിനുവേണ്ടി ഇട കൊടുക്കുക. അപ്പോൾ 2-ാമത്തെ ബാബിലോണിൻ്റെ പ്രവാസം. 3-ാമത്തത് ഈ വായിച്ച് യെശയ്യാ 10:27 വായിച്ച്. അശൂർ, സിറിയ, അതിനി വരാൻ പോകുന്നതാണ്. അത് ലോകത്ത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അതാണ് എതിർ ക്രിസ്തുവിൻ്റെ ഭരണം. എതിർക്ക് സാക്ഷികമായി, നമ്മൾ ആക്ഷരികമായിട്ട് പഠിക്കുമ്പോൾ അതിൻ്റെ ആത്മീയമാണ് നമ്മൾ പഠിക്കുന്നത്. ആക്ഷരികമായ സിറിയ, ആരാമ്യർ അല്ലെങ്കിൽ അസൂർ ശക്തികൾ വീണ്ടും ശക്തി പ്രാപിച്ചിട്ട് ഒരു നേതാവ് വരും. അതാണ് എതിർ ക്രിസ്തു. വായിക്കാം. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും. ആരുടെ ചുമട്? 5-ാം വാക്യം വായിച്ച്. 5-ാം വാക്യം. എന്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം. അവരുടെ കോപത്തിന്റെ കോൽ, അതായത് ദൈവത്തിന്റെ കോപം നടപ്പിക്കാൻ വേണ്ടി അശൂർ സാമ്രാജ്യം വീണ്ടും കൊണ്ടുവരും. അതാണ് ദാനിയേൽ പറയുന്നത്. 7 സാമ്രാജ്യം ഉള്ളതും ഇപ്പോൾ ഇല്ലാത്തതും ഇനിമേൽ വരുന്നതും 8-ാമനുമായ സാമ്രാജ്യം അശൂർ സാമ്രാജ്യം വീണ്ടും ശക്തിപ്പെടും. അല്ലെങ്കിൽ ആ ബേസിൽ ഒരു സാമ്രാജ്യം വന്നിട്ട് സിറിയയോട് ബന്ധപ്പെട്ട ഒരു യഹൂദനായിരിക്കാം, അല്ലെങ്കിൽ സിറിയയിൽ നിന്ന് ക്യാപ്റ്റിവിറ്റി പോയ ഒരു യഹൂദൻ ഈ പറഞ്ഞ യൂറോപ്പിലെവിടെയെങ്കിലും കാണും. അവനായിരിക്കും എതിർ ക്രിസ്തുവായിട്ട് വരുന്നത്. കാരണം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവൻ്റെ കയ്യിൽ ശക്തിയുള്ളൂ. യഹൂദൻ കീഴ്പ്പെട്ടിരിക്കണമെങ്കിലും യഹൂദൻ അനുസരിക്കണമെങ്കിൽ യഹൂദനായിരിക്കണം. അപ്പോൾ ഈ കാഴ്ചപ്പാട് അല്ല വേറെ ആരെങ്കിലും ആണെങ്കിലും നമുക്ക് വിരോധമില്ല. അങ്ങനെ അശൂറിൻ്റെ ശക്തി വരാൻ പോവുകയാണ്. ആരാ അശൂറിൻ്റെ ശക്തി? വായിച്ചേ. ഇനി പൈര്. എന്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം. അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു. ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും. ഞാൻ അവനെ അശുദ്ധമായ ജാതി. ആരാ അശുദ്ധമായ ജാതി? 1-ാമത് യഹൂദൻ. എങ്ങനെ അവൻ അശുദ്ധനായത്? ഇപ്പോൾ ഹോമോസെക്സ്വാലിറ്റി ഉൾപ്പെടെയുള്ള മഹാപാപങ്ങൾ ഇസ്രായേലിൽ പെരുകിയിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പോൾ ലോകത്തിന് മുമ്പിൽ ഇസ്രായേൽ ഒരു കണ്ണിക്കരടാണ്. ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങളിൽ അമേരിക്ക ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യവും ഇസ്രായേലിനെ തള്ളിയിരിക്കുകയാണ്. ഇനി അമേരിക്കയും തള്ളും. അപ്പോൾ കോപത്തിൻ്റെ കോലായ ഈ അശൂറിനെ കൊണ്ട് ഇസ്രായേലിനെ മര്യാദ പഠിപ്പിക്കും. ഇസ്രായേൽ നമ്മൾ കേൾക്കുന്ന പോലെ എല്ലാം നല്ലതല്ല. നല്ല ശതമാനവും 60% പേരും ഈ പറഞ്ഞ ലോകത്തിൻ്റെ പാപങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണ്. തങ്ങളെ തന്നെ കൊഴുപ്പിച്ച് ജീവിക്കുന്നവരാണ്. 20% മതമില്ലാത്ത പാർട്ടികളാണ്. 20% ഓർത്തഡോക്സ് യഹൂദരാണ്. ഇതാണിപ്പോൾ ഇസ്രായേലിൻ്റെ. അപ്പം ദൈവം ഇവരെ മര്യാദ പഠിപ്പിക്കാൻ, ഇവർ ഈ വിഗ്രഹാരാധനയും, അവരുടെ വീടുകളൊക്കെ ഇന്ന് വിഗ്രഹങ്ങളുണ്ട്. യഹൂദ ഇസ്രായേലിൻ്റെ വീടുകളൊക്കെ ചെന്നാൽ വിഗ്രഹങ്ങളുണ്ട്. ഹോമോസെക്സ്വാലിറ്റിക്ക് പരസ്യമായിട്ട് അംഗീകരണമാണ്. അങ്ങനെ പലതും. അതുകൊണ്ടാണ് ദൈവം അവരെ വീണ്ടും ഈ അശൂറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇസ്രായേലിനെ അവൻ വന്ന് ഇവരെ മര്യാദ പഠിപ്പിക്കും. അപ്പോഴാണ് കുത്തിയവങ്കിലേക്ക് നോക്കിയവൻ രക്ഷപ്പെടും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും 3-ാമത് വരുന്ന ഒരു അടിമശക്തിയാണ് അശൂർ. അശൂർ ഞാനെന്നുള്ള അഹംഭാവം. ഞാൻ വന്നപ്പോൾ കൊച്ചുപദേശിയായിരുന്നു. ഇപ്പോഴോ ഫസ്റ്റർ ചെറിയ കുഞ്ചി പരുവക്കേടാണേലും ഏതാ പണ്ട് എടുത്ത് പറഞ്ഞ പോലെ പാണ്ഡനായുടെ പല്ലിന് സൗകര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല. എങ്കിലും ആ കുര മാറുന്നില്ല. നമ്മുടെ പല വേലക്കാർക്കും പറ്റുന്നൊരു അപകടമാണ്. വിശ്വാസികൾക്കും ലോകത്തിലെ നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർ കണ്ടില്ലേ, അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാം പോയി തട്ടിത്തിരിഞ്ഞ് കാല് പിടിച്ച് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ ചിലവന്മാർ കാണിക്കുന്ന കാട്ടാൻ കണ്ടില്ലേ. പിന്നെ മനുഷ്യ കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ് ഇവരൊക്കെ പോക്കും വരവും. ഇത് തന്നെയാണ് മത നേതാക്കന്മാരും പാസ്റ്റർമാരിലും ഒക്കെ ഉണ്ടത്. ഞാനെന്നുള്ള അഹംഭാവം, എന്നെ കവിഞ്ഞ ആരുമില്ല. മനസ്സിലാവുന്നു? പ്രായമുള്ള മനുഷ്യരെ ബഹുമാനിക്കത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ അഹങ്കാരം കയറുന്നതാണ് അശൂർ എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ പുറകെ ചില രോഗങ്ങളും വരും, കുറേ താഴ്ചകൾ വരും. പേരും പോയി, പത്രാസും പോയി,
പരുവക്കേടായി കഴിയുമ്പോൾ അയ്യോ കർത്താവേ, ഇനി നിൻ്റെ ഇഷ്ടം മതി, ഇനി നിൻ്റെ ഇഷ്ടം മതി. നോക്കണം, നമ്മുടെ പോലും കാണുന്നില്ലേ, നിലത്തും താഴെയാണ് നിൽക്കുന്നത്. അതാണ് അശൂരിൻ്റെ ശക്തി, അതാണ് അഹംഭാവം, ഈഗോ, ഞാനെന്നുള്ള. അപ്പോൾ ഒന്ന് സാധാരണ മനുഷ്യനുള്ള പാപങ്ങൾ, അതാണ് മിശ്രയും. രണ്ട് ജഡിക സ്വഭാവങ്ങൾ, അത് നമുക്കൊരു ഇഷ്ടമില്ല, കർത്താവ് ഇത് മാറ്റിത്തരും. പക്ഷെ മൂന്നാമത്തത് ഭയങ്കരം, ഞാനെന്നുള്ള അഹംഭാവം. സെരുബാബിനുള്ളതായ മഹാപർവ്വതമേ, നീ സമഭൂമിയാണെങ്കിൽ കൃപ എന്ന്. അപ്പോൾ അതാണ് നമ്മളിവിടെ പഠിച്ച 3 സ്റ്റേജിൻ്റെ കാര്യം. അത് കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഇതിനെ ഇല്ലാതാക്കണം. 2025 ജനുവരി മാസത്തെ വോയിസ് ഓഫ് പെന്റിക്കോസ്റ്റ് മാസികയിൽ അതിന് ഫ്രണ്ട് പേജിൽ ഫിനിഷിംഗ് സ്റ്റോൺ എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. 2025 ജനുവരിയിലെ ആദ്യത്തെ ആർട്ടിക്കിള് ഫിനിഷിംഗ് സ്റ്റോൺ. അത് 4 പേജിലേക്ക് വരുമ്പോൾ ഈ സക്കറിയ പ്രവചനം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കാരണം സഭ ഈ ക്രിസ്തുവിൽ നിന്നും പരിശുദ്ധാത്മാവിൽ നിന്നും പ്രാപിച്ചു വേണം ജീവിക്കണമെന്ന് ആദ്യമായിട്ടാണ് നമ്മുടെ മാസികയിൽ അത് വരുന്നത്. അതിന് മുമ്പ് തന്നെ 99 കാലയളവിൽ അപ്പോസ്തല പ്രവൃത്തി 186 പേജിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് പാസ്റ്റർമാരുടെ അനുവാദത്തോടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അവസാന കാലത്തിൽ ഈ 3 ശക്തികളെയും ജയിക്കണം. ഏതൊക്കെയാണ്? ഒന്ന് ജനറൽ പാപങ്ങൾ, മറ്റൊന്ന് നമ്മോട് പോരാടുന്ന ജഡത്തിൻ്റെ ശക്തികൾ, 3 സ്വയം. അപ്പോൾ ഈ 3 ശക്തികളെയും ജയിച്ചെങ്കിൽ മാത്രമേ ജയാളികളായി തീരുകയുള്ളൂ. അതിനാണ് സക്കറിയ 4-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ വായിക്കാം. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ആത്മാവിൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. അങ്ങനെ ദൈവത്തിനായി കാത്തു നിൽക്കുന്ന. പിന്നെ മറ്റൊരു കൊണ്ട് കേട്ടോ, ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ ഏശാവിൻ്റെ മുഖം. ഏശാവിൻ്റെ മുഖം എന്താ? യാക്കോബ് ഏശാവും നോക്കണം, സഹോദരങ്ങൾ തമ്മിലുള്ളതായ യുദ്ധം. ആ യുദ്ധത്തിൽ ചതിവിലും വഞ്ചനയിലും യാക്കോബിനും ഒരു മുഖമുണ്ടായിരുന്നു, ഏശാവിനും ഒരു മുഖമുണ്ടായിരുന്നു. പക്ഷേ ഏശാവിൻ്റെ മുഖം ദൈവം പറഞ്ഞൊരു സമയം മാറും, അല്ലേ? അന്നാളിൽ നിൻ്റെ മുഖം നിൻ്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. വായിച്ച് 27-36 വാക്യം. ഉൽപ്പത്തി പുസ്തകം 27-36. യാക്കോബ് എന്നല്ലോ അവന്റെ പേർ. 2 പ്രാവശ്യം അവൻ എന്നെ ചതിച്ചു. നോക്കണം, മറ്റുള്ളവരുടെ ചതിവിനാൽ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. അവൻ ചതിച്ചെങ്കിൽ പോട്ടെ, ദൈവം അവരോട് ചോദിച്ചോളും, അല്ല അവർ ക്ഷമിക്കട്ടെ, അതായിരിക്കും നമ്മുടെ. പക്ഷെ ആ വൈരാഗ്യം നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഒരു മുഖം, അത് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കുന്നൊരു മുഖമാണ്. സ്വയം നാം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നൊരു മുഖം. വായിക്കാം. അവൻ എൻ്റെ ജ്യേഷ്ഠാവകാശം അപഹരിച്ചു, ഇപ്പോൾ ഇതാ അവന് അനുഗ്രഹവും അപഹരിച്ചു കളഞ്ഞു എന്ന് അവൻ പറഞ്ഞു. നീ എനിക്ക് അനുഗ്രഹവും കരുതി വെച്ചിട്ട് 40-ാം വാക്യം വായിക്കാം. നിന്റെ വാൾ കൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും, നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ. ഈ പകയും പ്രതികാരവും ആർക്ക് കയറി? ഏശാവിന് കയറി. തൻ്റെ സഹോദരൻ ചതിച്ചു, ശരിയാണ്. അതുകൊണ്ടാണ് കർത്താവിന് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, ശത്രുക്കളെ സ്നേഹിപ്പിൻ. കാരണം മറ്റുള്ളവർ നമുക്ക് ദോഷം ചെയ്തിട്ട് നമ്മളത് പേർക്കൊണ്ട് നടക്കണോ? എന്നോട് അവരങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എനിക്ക് അവൻ ദോഷം വരുന്നത്. നീയല്ല നശിക്കുന്നത്, നീ അവനെ ക്ഷമിച്ചു കൊടുത്താൽ നീ ഫ്രീ ആകത്തില്ലേ? അതാണ് യേശു പറഞ്ഞ ഉപദേശം. അല്ലാതെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ല. നിന്നോട് ചെയ്ത ദോഷവും ചതിവും നീ മനസ്സിൽ വെച്ചുകൊണ്ട് പുലർത്തിക്കൊണ്ട് പോയാൽ നീ തന്നെ നിനക്ക് വേണ്ടി ഒരു ദുഃഖം ഉണ്ടാക്കുകയാണ്. മനസ്സിലായോ? ഞാൻ ചെയ്തതാണ് ക്ഷമിക്കും, ഞാൻ ചെയ്യാത്ത കുറ്റം അവൻ പറഞ്ഞതാണ് പറഞ്ഞത്. പക്ഷേ ചെയ്യാത്ത കുറ്റം പറയുമ്പോഴേ സന്തോഷിക്കട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ 8-10 വായിക്കുമ്പോൾ നിന്നെക്കുറിച്ച് സകല ദോഷം പറയുമ്പോൾ നീ സന്തോഷിച്ച് ആ വാക്കി എടുത്താൽ പോരെ. അതിന് പകരം എന്നെക്കുറിച്ച് ഞാൻ അറിയാത്ത കാര്യം പറഞ്ഞ് സ്വയം നോക്കുകയാണ്. നോക്കണം, നീ പോയി പണി നോക്കടാ, ഞാൻ ചെയ്തിട്ടില്ല, സ്വോത്രം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞു തരുന്നുണ്ട്. അതും രാത്രി കിടക്കുമ്പോൾ എന്നോട് അവനങ്ങനെ ചെയ്തു, ഞാൻ അവനെ എൻ്റെ സ്വന്തം പോലെ സ്നേഹിച്ചെന്നാണ്. സ്വന്തം പോലെ സ്നേഹിച്ചില്ല. സ്വന്തം പോലെ സ്നേഹിച്ച് ക്ഷമിച്ചു കൊടുക്കത്തില്ല, അല്ലേ? ഞാൻ എൻ്റെ ചങ്ക് പോലെ സ്നേഹിച്ചതാണ്, എൻ്റെ ചങ്കായിരുന്നു, അവൻ എന്നോട് ഇങ്ങനെ ചെയ്തത്. ചുമ്മാ പറയുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമിച്ചു കൊടുക്കും. ഇതുപോലെ നമ്മൾ തന്നെ സ്വയം വരുത്തി വയ്ക്കുന്നൊരു മുഖമാണ് ഏശാവിൻ്റെ മുഖം. ഏശാവിനോട് അവർക്ക് ചതിവ് ചെയ്തു, ശരി പോട്ടെ, ദൈവം നിന്നോട് ക്ഷമിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പറയുന്നതിന് വരും, അത് നീ വരും, നിന്നെ ഞാൻ കൊല്ലും. പക വെച്ചുകൊണ്ടിരിക്കുന്നതിനാൽ പകയുടെയും കോപത്തിൽ നമ്മൾ സ്വയം ഉണ്ടാകുന്നൊരു മുഖം. വായിച്ചേ. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ഇല്ല, അവൻ പറഞ്ഞില്ലേ, ഞാൻ നിന്നെ കൊല്ലും.
നീ വരും, അപ്പൻ്റെ അടക്കത്തിന് വരുമ്പോൾ ഞാൻ നിന്നെ കൊല്ലും. വായിച്ചേ. തന്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെ കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. 41 അപ്പോൾ ഞാൻ 27 41 ഉൽപ്പത്തി 27 41 വായിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലും. ചുമ്മാ പാഴ്വാക്ക് പോലും പറയും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുട്ടം കീറിച്ചായൻ്റെ സഹോദരൻ ഇൻസ്പെക്ടർ പാഴ്വാക്ക് പറഞ്ഞു പോയത്. അപ്പം പറഞ്ഞു, മോനെ പാഴ്വാക്ക് പറയരുത്. നമ്മുടെ വയലിലിട്ട് 28 കഷ്ണമാക്കി മാറ്റി. അങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്നില്ല. ചില എക്സാമ്പിൾ നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ആരെങ്കിലും നമുക്ക് ദോഷം ചെയ്താലും അവരെ സന്തോഷത്തോടെ കർത്താവെ അവരോട് ക്ഷമിക്കണേ, അവരോട് ക്ഷമിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുമ്പോൾ ആ മുഖം നമ്മൾ ഇല്ലെങ്കിൽ അന്ന് മുതൽ വെറുതെ തെറ്റ് ചെയ്യാത്ത നാം തന്നെ മുഖം ചുമന്നുകൊണ്ട് നടക്കേണ്ടി വരും. പക്ഷേ ഏശാവിനെ ദൈവം സ്നേഹിച്ചു കേട്ടോ. ഇടക്കാലത്തിൽ അവൻ ആ മുഖമെല്ലാം മാറ്റി സ്വതന്ത്രനായി. വായിച്ചേ. അപ്പോൾ ഞാൻ 40 വാക്യം വായിക്കാം. 40. നിന്റെ വാൾ കൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും. നിന്റെ കെട്ട് അഴിഞ്ഞു പോകുമ്പോൾ നീ അവന്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. തെറ്റ് ചെയ്തത് യാക്കോബ്. പക്ഷെ ഏശാവിന് പറഞ്ഞു നീ അവനെ സേവിക്കും. വാസ്തവത്തിൽ യാക്കോബ് തെറ്റ് ചെയ്തെങ്കിൽ യാക്കോബ് മറന്നുപോയി. കാരണം യാക്കോബ് പറഞ്ഞുകൊണ്ടല്ല, യാക്കോബിൻ്റെ അമ്മയുടെ പ്രേരണ നിമിത്തം അവൻ ചെയ്ത, മനസ്സോടെ ചെയ്തതല്ല. അപ്പോൾ യാക്കോബ് ചെയ്ത പാപം മനസ്സോടെയല്ല, അവൻ്റെ അമ്മ ഒപ്പിച്ചതാണ്. അതിനവിടെ കിട്ടുകയും ചെയ്തു കേട്ടോ. ഈ അതിബുദ്ധിമുള്ള പെണ്ണുങ്ങൾക്കൊക്കെ സ്പോട്ടിൽ തന്നെ ദൈവം കൊടുക്കാറുമുണ്ട്. മറ്റവും കൊടുത്തില്ല അവർക്ക്, റാഹേൽക്കും. ഈ സാമർഥ്യവും ബുദ്ധിയും സൗന്ദര്യം കൊടുത്ത പെണ്ണുങ്ങളൊക്കെ സൂക്ഷിച്ചോണം. ഇത് ദുർവിനിയോഗം ചെയ്താൽ പിള്ളേർ പറയുന്ന പോലെ എന്തോ ഇതിൽ വരുമെന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിലോ അടി പാഴ്സലായിട്ട് വരുമെന്ന് പറയത്തില്ല, ഇല്ലയോ? എന്ന് പറഞ്ഞ പോലെ സൂക്ഷിച്ചോണം കേട്ടോ. ഇച്ചിരി സൗന്ദര്യമുണ്ട്, തൊലിവെളുപ്പുണ്ട്, അല്ലെങ്കിൽ സാമർഥ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചതിവിലേക്ക് പോയി മറ്റുള്ളവർക്ക് കാപ്പ് വെക്കാൻ പോയാൽ വേറൊന്നുമല്ല, റബേക്കായ്ക്കും ഇത് റാഹേലിന് സംഭവിച്ചെടുത്ത് പഠിച്ചാൽ ആണുങ്ങളും അതുപോലെ തന്നെ. പക്ഷേ ഏശാവ് പാപം ചെയ്തില്ല, പക്ഷേ അനുഭവിക്കുന്നവരവനാണ്. പണ്ടൊരാൾ പറഞ്ഞ പോലെ ഈ ജിപ്സി വർഗത്തിൽപ്പെട്ടൊരു ഗ്രൂപ്പുണ്ട്, ജിപ്സികൾ, നാടോടികൾ. ഈ നാടോടികളിൽ സ്ത്രീകൾ പ്രസവിക്കും, എല്ലായിടത്തും തന്നെ കേട്ടോ. അപ്പോൾ സ്ത്രീകൾ പ്രസവിക്കും, പക്ഷെ പ്രസവിച്ചതിൻ്റെ പിറ്റേ ദിവസം അവൾ എഴുന്നേറ്റ് പോയി ജോലിക്ക് പോകും. ഒരു മാസം ഭർത്താവ് വീട്ടിലിരുന്നുകൊണ്ട് കഷായം കുടിക്കണം. എന്ത് പണിയാണെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ റിയാക്ഷൻ കൊടുക്കുന്നതായിരിക്കും, അതാ ഇവനും അനുഭവിക്കട്ടെ. നാടോടികളുടെ അങ്ങനെയുണ്ട്. പ്രസവിക്കുന്ന ഭാര്യ പിറ്റേ ദിവസം കൊണ്ട് ജോലിക്ക് പോകും. ചിലപ്പോൾ അവർ പ്രസവിക്കാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വന്നിട്ട് പ്രസവിച്ചിട്ട് പോകുന്നവരുണ്ട്, അത്രയും ആരോഗ്യമുള്ളവരുണ്ട്. പക്ഷേ കഷായം കുടിക്കുന്നവരാ ഭർത്താവ് ഒരു മാസം വീട്ടിൽ നിന്ന് കഷായം കുടിച്ചോളുന്ന പ്രമാണം എന്ന് പറഞ്ഞ പോലെ തെറ്റ് ചെയ്ത് യാക്കോബ് ശിക്ഷ അനുഭവിക്കുന്നത് ഏശാവ്. എന്താ കാരണം? അവൻ അറിയുന്നില്ല. അവൻ പാവം ആരുടെയോ പ്രേരണയിൽ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ പോയി കാണിച്ചിട്ട് അവനങ്ങ് പോയി, അവൻ്റെ മനസ്സിൽ നിന്നങ്ങ് പോയി. അവൻ ദൈവത്തോട് ക്ഷമയും ചോദിച്ച് ക്ലിയറായി. പക്ഷെ നീ വിടുന്നില്ല. നിൻ്റെ ഹൃദയത്തിൽ ആ കയ്പ് വെച്ച് ഞാൻ അവനോട് പാരം ചെയ്യും, അവനെ കൊല്ലും. അപ്പം നിൻ്റെ സഹോദരൻ നിമിത്തം നീ തന്നെ നുകം ചുമക്കാൻ തുടങ്ങി. ഇതുപോലെ മറ്റുള്ളവൻ നിന്നോട് ചെയ്ത ദോഷത്തിന് അത് മനസ്സിൽ പേറിക്കൊണ്ട് കിടന്നാൽ അവനറിയുന്നില്ല, അവൻ വിട്ടു. അവൻ അറിഞ്ഞുകൊണ്ടല്ലോ, പ്രേരണയാ ചെയ്തതാണ്. പക്ഷേ നീ ഇപ്പോഴും വിടുന്നില്ല. എന്നോട് അവൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ 40 വർഷം മുമ്പ് എന്നോട് അവർ അങ്ങനെ ചെയ്തു, 30 വർഷം മുമ്പ് ഇങ്ങനെ ചെയ്തു. ഇതൊക്കെ ചില അനുഭവങ്ങൾക്ക് പറയാവുന്നല്ലാതെ മനസ്സിൽ ഇതൊന്നും ഇടം കൊടുക്കരുത്. ഇതാണ് ഏശാവിൻ്റെ നുകം. അപ്പോൾ 4-ാമത്തെ നുകം. പക്ഷെ പിന്നീട് ഏശാവിന് കാര്യം മനസ്സിലായി. ദൈവം അവനെ അനുഗ്രഹിച്ച് അവൻ്റെ കുറ്റം മനസ്സിലാക്കി കൊടുത്തു. അവൻ ആ നുകമെല്ലാം കളഞ്ഞു കഴിഞ്ഞു. നോക്കണം, യാക്കോബിൻ്റെ നുകം ഏശാവ് കളഞ്ഞു. അതുകൊണ്ടാണ് യാക്കോബ് തിരിച്ചു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ നിന്നെല്ലാം വർഷങ്ങളായി പോയെങ്കിലും അനുഭവിച്ചില്ലേ. അവൻ യാക്കോബിൻ്റെ വീട്ടിലല്ല, യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ ചെന്ന് ഇതിനെല്ലാം പലിശയുടെ സഹിതം കൂട്ടുപലിശ സഹിതം അവൻ അനുഭവിച്ചു. മാത്രമല്ല തിരിച്ചു വരുമ്പോൾ ദൂതൻ പോയി പറയുക, എടാ നിൻ്റെ സഹോദരൻ 400 പേരുമായിട്ട് വരുന്നുണ്ട്. എന്തിനാന്ന് പറഞ്ഞിട്ടില്ല, സസ്പെൻസാണ്. നിൻ്റെ സഹോദരൻ 400 പേരുമായിട്ട് ഏശാവ് ഇതിൻ്റെ എതിരേൽക്കാൻ വരുന്നതാണ് പറഞ്ഞത്. ദൂതൻ പറഞ്ഞ സത്യമാണ്. പക്ഷേ യാക്കോബിന് അപ്പോഴാണ് പഴയത് വിട്ടില്ല, പഴയത് കിടക്കുകയാണ്. കാരണം നിരപ്പായില്ലല്ലോ. അപ്പോൾ ഉടനെ അയ്യോ അവനെന്നെ കൊല്ലും അന്ന് പറഞ്ഞാ. അവനാണ് എന്നെപ്പോലെ പെൺകോന്തനല്ല, അവനാണാണ്. അവൻ പറഞ്ഞാൽ കൊല്ലും. ഇവൻ വാക്ക് പറഞ്ഞാൽ മാറ്റും. കാരണം തള്ളയുടെ ട്രെയിനിങ് ഇവർ കിട്ടിയിരിക്കുന്നത്. തള്ളയുടെ ആ സ്വഭാവം തന്നെ ഇവനെ കൂടെ ഞുറിച്ചലിൻ്റെ ഇടയിൽ നടന്നിങ്ങനെ പരിചയിച്ചുകൊണ്ട് ഒരാണത്വം ഇല്ലാത്തവനാണ് യാക്കോബ്, നമുക്കറിയാമല്ലോ. മറ്റവൻ ആണാണ്, അവൻ പറയുന്നവനാണ്, അവൻ്റെ വാക്കിന് വിലയുണ്ട്. അത് യാക്കോബ് ഭയപ്പെട്ടത്. അവൻ കൊല്ലും ഇല്ലേ. എന്നാൽ എന്താ സംഭവിച്ചു വായിച്ചേ? അവരുടനെ പ്രാർത്ഥിക്കാൻ പോയി, പേടിയായിപ്പോയി.
നമ്മുടെ പെന്തിക്കോസുകാരെ പോലെ. പെന്തിക്കോസുകാരെ പല പ്രാർത്ഥനയും പേടിച്ചാ, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവർ. ഉടനെ യാക്കോബ് ഉടനെ പ്രാർത്ഥിക്കാൻ പോയി. ചിലർ പ്രാർത്ഥനയും മീറ്റിങ്ങും ഒക്കെ അപ്പോഴാണ്, പ്രശ്നങ്ങൾ വരുമ്പോഴാണ്, കഷ്ടങ്ങൾ വരുമ്പോഴേ, രോഗങ്ങൾ വരുമ്പോഴേ, സാമ്പത്തിക ക്ലേശം, അപ്പോഴാണ് പ്രാർത്ഥനയും വലിയ ഭക്തന്മാരെ പോലെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. അല്ലാത്തപ്പം അവന് ബോധിച്ച വഴി കൂടെ പോകും, തേക്കടിയിലെ കുരങ്ങന്മാരെ പോലെ. അങ്ങനെ ആകരുത്. വായിച്ചേ 32:6 മുതൽ വായിച്ചേ. 6 ഉൽപ്പത്തി പുസ്തകം 32. ദൂതന്മാർ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു, ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു. നോക്കണം. അപ്പൊ ദൂതന് ഏശാവിനെ കണ്ട്, കാരണം ദൂതനും ഏശാവും ഒക്കെ ആയിട്ട് ഒരു കമ്പനിയാന്നേ. ഇവൻ ചിന്തിച്ച പോലല്ല, അവരുടെയൊക്കെ അവസ്ഥ മാറിപ്പോയി. നമ്മൾ പലരെയും ചിന്തിക്കുന്ന പോലല്ല, നമ്മൾ നിസാരന്മാരെ എണ്ണുന്നവരുടെ അവസ്ഥയൊക്കെ മാറും. കൊള്ളരാത്തവരെന്ന് ചിന്തിക്കുന്നവരും നന്നാകും. അതുകൊണ്ട് മുൻവിധികൾ ആരും പാടില്ല. അപ്പം ദൂതൻ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഏശാവിൻ്റെ അടുത്ത് പോയി. വായിക്കാം. ദൂതൻ യാക്കോബിന്റെ അടുക്കൽ മടങ്ങി വന്നു, ഞങ്ങൾ നിന്റെ സഹോദരനായ ഏശാവിന്റെ അടുക്കൽ പോയി വന്നു, അവൻ 400 ആളുകളുമായി നിന്നെ എതിരേൽപ്പാൻ വരുന്നു എന്ന് പറഞ്ഞു. എതിരേൽപ്പാൻ വരുന്നതല്ലേ ദൂതൻ പറഞ്ഞു. ശ്രദ്ധിച്ചേ, നിന്നെ എതിരേൽക്കാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കർത്താവിനെ എതിരേൽക്കാൻ നമ്മൾ പോകുന്നു, യുദ്ധം ചെയ്യാൻ പോവാണ്. ഇത് പറഞ്ഞാൽ ഇവൻ്റെ അകത്തുനിന്ന് അന്ന് ചെയ്ത വഞ്ചനയുടെ അംശം പോയിട്ടില്ല, മറന്നുപോയിട്ട് ഇത്രയും കാലം ആ കാര്യത്തിൽ ഭാരപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ ഇത് തീരണ്ടേ, നിരപ്പാകണ്ടേ, ഒന്നാകണ്ടേ. അപ്പോൾ വീണ്ടും പൊക്കി. അപ്പം നിങ്ങളും ഞാനും ചെയ്യുന്ന ചില തെറ്റുകൾ തൽക്കാലം ശിക്ഷയില്ല, ആരും അറിഞ്ഞില്ലെങ്കിൽ തന്നെ നീയും ഞാനും വിശുദ്ധനാകണമെങ്കിൽ ഇതെല്ലാം പൊങ്ങി വരും. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ചിലയിടത്തിട്ട് ദൈവം ഇതെല്ലാം കണക്ക് പറയുന്നത്. വിലക്കാർക്കും അങ്ങനെയാണ്. അവരിങ്ങനെ അഭ്യാസം കാണിച്ച് ഓരോ സെൻറ്ററിലും ഇങ്ങനെ അഭ്യാസം കാണിച്ചൊക്കെ പോകും. പലരെയും തപ്പി രക്ഷപ്പെട്ടു പോകും, പലരെയും കളിപ്പിച്ചു പോകും. പക്ഷേ നീ സ്വർഗത്തിൽ പോകണ്ടേ. അപ്പോൾ ഓരോരുത്തരും നിന്നെ പണിയും, നിൻ്റെ സകലതും വെളിയിൽ കൊണ്ടുവരും. അയ്യോ, ഇത് കഠിനമാണെന്ന് പറയുന്നതല്ല, ഇതാ ശരി. മറ്റൊരു പോളിഷിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് അകത്തുനിന്ന് കൂടി. ഇപ്പോൾ യാക്കോബിനും എത്രയാ 20 വർഷം കഴിഞ്ഞപ്പോഴാണ് പഴയ കാര്യം ഓർപ്പിച്ചുകൊണ്ട് വരുന്നത്. ദൂതൻ പറഞ്ഞത് നിന്നെ എതിരേൽക്കാൻ വരുന്നതാണ് പറഞ്ഞു. അവനറിയാം ഇവനകത്തുനിന്ന് ഇളവും. വായിക്കാം. അപ്പോൾ യാക്കോബ് ഏറ്റവും ഭ്രമിച്ച് ഭയവശനായി തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തെയും. ഏശാവ് ശുദ്ധീകരിക്കപ്പെട്ടു. ഒരുപക്ഷെ നീ വിചാരിക്കുന്ന അന്യമനുഷ്യര്, അന്യസഭക്കാർ ചിലപ്പോൾ നിന്നേക്കാൾ മുമ്പേ വിശുദ്ധീകരിക്കപ്പെടും. നീയാ ഗുണപ്പെടാതിരിക്കുന്നത്. നീ വാഗ്ദത്ത സന്തതിയാന്ന് പറയും, ശ്രേഷ്ഠനാന്ന് പറയുമ്പോൾ നീ ഗുണപ്പെടാതെ ഇപ്പോഴും ഇരിക്കുകയാണ്. നിന്റെ പുറമേ ഉള്ള വസ്ത്രം മാത്രമേ വെളുത്തത്, ഹൃദയം ഇപ്പോഴും കയ്പായിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ കാര്യം കേട്ടപ്പോൾ യാക്കോബ് പരവശനായി ഭ്രമിച്ചുപോയി. വായിക്കാം. തന്നോടുകൂടെ ഉണ്ടായിരുന്ന ജനത്തെയും ആടുകളെയും കന്നുകാലികളെയും ഒട്ടകങ്ങളെയും 2 കൂട്ടമായി ഉടനെ തന്ത്രം നോക്കണം. ഈ പെന്തിക്കോസുകാർക്ക് ഒരുപാട് തന്ത്രമുണ്ട്. ഈ വർഷങ്ങൾ കഴിയുമ്പോൾ ഇവർ പഴയ നിയമം പുതിയ നിയമം ഒക്കെ വായിക്കുമല്ലോ. ഒരുപാട് ഭാഷന്മാരെയും ഒരുപാട് ആൾക്കാരെയൊക്കെ പരിചയിച്ച് വരുമ്പോൾ ആരെടുത്തിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഇവർക്ക് ഭയങ്കര അറിയാം. ഇവിടെ ഉണ്ട് ചില പുള്ളികൾ പരുവത്തിന് സംസാരിക്കുകയും പരുവത്തിന് വഴങ്ങി കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ദിവസത്തിൻ്റെ പിടിക്കും കേട്ടോ. അതിന് മുമ്പേ നിരപ്പായിക്കോണം. നിങ്ങൾ ബുദ്ധിമാന്മാരായിട്ട് നടിക്കരുത്. തമ്പുരാനും കണ്ണടയ്ക്കും, ഞങ്ങളോ കണ്ണടയ്ക്കും. പക്ഷേ സമയം വരും, അപ്പോഴാണ് ഇതുപോലെ പരീക്ഷ വരുന്നത്. ആ പരീക്ഷ സമയത്ത് എനിക്ക് നിൽക്കാനൊക്കത്തില്ല. ഇപ്പോൾ അവൻ ആകെ ഭ്രമിച്ചു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വായിച്ചേ. ഏശാവ് ഒരു കൂട്ടത്തിന്റെ നേരെ വന്ന് അതിനെ നശിപ്പിച്ചു. എന്നാലും അവനവൻ്റെ തനിഗുണം വിടുന്നില്ല. നോക്കണം, ഇപ്പോഴും ദൈവത്തിന് മുമ്പിൽ പോയി കാര്യം പറഞ്ഞ് രക്ഷപ്പെടുന്നതിന് പകരം ഉടനെ ആദ്യം അറേഞ്ച്മെൻറ്റ്സ് ആണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? അവൻ ആക്രമിക്കാൻ വന്നാൽ തന്നെ യാക്കോബിൻ്റെ ആ കുരുട്ട് ബുദ്ധി നോക്കിയേ. ഈ ബുദ്ധിയെല്ലാം ഉപേക്ഷിച്ചാണ് കേട്ടോ. അമ്മച്ചിമാരും കൊച്ചന്മാരെല്ലാം ഉപേക്ഷിച്ച്, അച്ചായന്മാരൊക്കെ ഉപേക്ഷിച്ചെങ്കിലേ നീയൊക്കെ നന്നാകത്തുള്ളൂ. ഉടനെ എന്ത് ചെയ്തു? അങ്ങനെ ഇനി ഏശാവ് ഒന്ന് ആക്രമിക്കാൻ വരുമ്പോൾ അവനെ അറിയാം, പക്ഷെ അവനുണ്ടായ പരിവർത്തനം അവൻ അറിഞ്ഞിട്ടില്ല. ഏശാവിനെ ഒന്ന് മാറ്റി യാക്കോബിനെ അറിഞ്ഞിട്ടില്ല. അവൻ പഴയ ഏശാവെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 4 കൂട്ടത്തെ നിർത്താം. നമ്മുടെ ബുദ്ധി നോക്കിയേ. ചാതുർവർണ്ണം അവിടെ കൊണ്ടുവരിക. ചാതുർവർണ്ണം ഈ ഇത് ആര്യന്മാരിൽ നിന്നാണ് ഈ ചാതുർവർണ്ണമൊക്കെ ഉണ്ടായെന്നാണ് ചിലർ പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിച്ചാൽ അറിയാം. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ യാക്കോബ് ഉടനെ ചാതുർവർണ്ണം ഉണ്ടാക്കി. എന്താ? അങ്ങനെ കൂട്ടത്തോടെ വന്നാൽ ദാസിമാരെ 2 പേരെ, ആദ്യത്തെ ഒരുത്തിയെ കുറേ ഒട്ടകത്തെ എല്ലാം കൂടെ കൊണ്ട് വിട്ടു. കാരണം അടി കിട്ടിയാൽ ആർക്ക് കിട്ടണം? ദാസി പൊക്കോട്ടെ, അവൾ ദാസിയല്ലേ. നോക്കണം. അപ്പോൾ അന്നും ദൈവമക്കളെന്ന് പറഞ്ഞുകൊണ്ട് അകത്തൊന്നും ഈ ചിന്ത പോകുന്നില്ല. ആദ്യം വന്നവൻ അടിക്ക് വെട്ട് തുടങ്ങിയാൽ ഇത് വെട്ടി ഇപ്പുറത്ത് വരുന്നതിന് മുമ്പ് ആ ഒരു കൂട്ടം അങ്ങ് പൊക്കോളും. രണ്ടാമത് ദാസിയും കൂട്ടരെ നിർത്തി. അത് വായിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും, സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. 3ാമത് ആരെ നിർത്തി? തനിക്ക് അത്ര സന്തോഷമല്ലാത്ത ലേയ, ആദ്യത്തെ ഭാര്യയെ കൂടെ കൂട്ടരം വെട്ടി. ഈ 3നെയും വെട്ടി റെഡിയാക്കി വരുന്നതിനുള്ള സമയം കിട്ടും. റാഹേലിൻ്റെ കൈക്ക് പിടിച്ച് അക്കരെ കൂടെ ഓടി രക്ഷപ്പെടാം. എന്തോ ഒരു ബുദ്ധിയാന്ന് നോക്കി, കാഞ്ഞ ബുദ്ധി അല്ലേ.
ഈ കാഞ്ഞ ബുദ്ധി ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ മാറ്റിക്കണം കേട്ടോ. ഈ കാഞ്ഞ ബുദ്ധി കൊണ്ടൊന്നും രക്ഷപ്പെടാനൊക്കത്തില്ല. നേരെയുള്ള ബുദ്ധിയായിരിക്കണം. അല്ലാത്തെല്ലാം ഈ പറഞ്ഞ പോലെ ആര് വിട്ടാലും ദൈവം വിടത്തില്ല. ദൈവം നമ്മളെ പിടിച്ചില്ലയോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? യാക്കോബ് മുട്ടുകുത്ത ഒന്ന് അനുഗ്രഹിച്ചു വിടെ. ചിലൊന്ന് പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാ തോന്നിവാസവും കാണിച്ചിട്ട് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് അനുഗ്രഹിച്ചു വിടെ. പാസ്റ്റർ പ്രാർത്ഥിച്ച അനുഗ്രഹമാണ്. എടോ, ഞങ്ങൾ പ്രാർത്ഥിച്ചാലും കേൾക്കുന്നവരാ. ആരാ ചമ്മല്? തങ്കോല് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓർഡർ ഇടുന്നവരാ. അവർക്ക് നമ്മളെ അറിയത്തില്ലയോ? ഇവൻ കാട്ടിക്കൂട്ടിയതും പ്രവർത്തിച്ചെല്ലാം തമ്പുരാൻ്റെ ലിസ്റ്റിലുണ്ടല്ലോ. നമുക്ക് പക്ഷേ അറിഞ്ഞാലും ചില മിണ്ടത്തില്ല. കാരണം പിന്നെ സംസാരിക്കാൻ പോയ പ്രശ്നം. അതുകൊണ്ട് തമ്പുരാൻ കൈകാര്യം ചെയ്തു. അപ്പോൾ ഇവിടെ തന്നെ യാക്കോബ് അവസാനം ഇതെല്ലാം കാട്ടിക്കൂട്ടി റാഹേലിനെ കൈക്ക് പിടിച്ച് ഓടാൻ പാടിക്കുകയാണ്. അവൻ്റെ പ്രിയപ്പെട്ടവൾ കൂടെ ഉണ്ടല്ലോ, അത് മതി, ബാക്കിയെല്ലാം പൊട്ടോ. ഈ ചിന്തയൊക്കെ മാറണം. പക്ഷേ ദൈവം വിട്ടില്ല. ഇതെല്ലാം പ്ലാൻ ചെയ്ത് പോയി മുട്ടുകുത്തി, കർത്താവെ ഒന്ന് അനുഗ്രഹിച്ചേരെ, നില്ലടാ അവിടെ എന്ന് പറഞ്ഞു. നിന്നെ ഇപ്പോഴാണ് കിട്ടിയത്, ഇതുവരെയും നിന്നെ കൈ കിട്ടിയില്ല. ചില യൗവനക്കാരൊക്കെ ഓർത്തോണം, പെന്തിക്കോസ് ജനിച്ച് വളർന്ന് ഇവിടെ പറയേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ശരിയായ രീതി വളരാതെ യൂട്യൂബും കേട്ട് അതും കേട്ട് അവരുടെ പ്രസംഗം കേട്ടെല്ലാം കേട്ടതിന് ശേഷം പുറത്തോട്ട് പോകാം. ചരിത്രമൊക്കെ പറയാം, സാഹിത്യം പറയാം. പക്ഷേ ഒരു ദിവസം നീ ആപ്പിലാവും. പെണ്ണുങ്ങൾ ഈ വീട്ടിലൊക്കെ വിരുന്നുകാർ വരുമ്പം രാവിലെ കോഴിക്കോടൊക്കെ തുറന്നു വിടുമല്ലോ. മച്ചിയൊക്കെ നല്ല കോഴിയൊക്കെ വളർത്തുന്നവരാ. 10 കോഴിയൊക്കെ കാണും, ഒരു 5-6 പൂവനും കാണും. പെട്ടെന്ന് ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ അവർ പൂര പിടിച്ചുകൊണ്ടിരാൻ പറയും. ഞാനും അനിയനും കൂടാണ് ഓടുന്നത്. ഞങ്ങൾ വളർത്തുന്ന കോഴിയല്ല, അപ്പം ഞങ്ങളുടെ അഭ്യാസമൊക്കെ അവൻ്റെ കയ്യിലുണ്ടല്ലോ. ഈ കോഴി ഞങ്ങളെ വെട്ടിച്ചു പോകും. അപ്പോൾ ഒരു സൈഡ് വേലിപ്പത്തിൽ ഇങ്ങനെ ഇട്ടിരിക്കുക. ഓടി 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 ആ സൈഡ് വരുമ്പോൾ അടുത്ത പറമ്പിലേക്ക് പോകാൻ വേണ്ടി ഈ കോഴി വേലിയുടെ ഇടയിൽ കൂടെ അങ്ങോട്ട് പോകുന്നു. പക്ഷേ പകുതി ആകുമ്പോൾ ഞെരുങ്ങിപ്പോവും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി പോകത്തില്ല. അപ്പോൾ ഞങ്ങളിന്ന് ശ്വാസമൊക്കെ വിട്ട് അവനെ പിടിച്ചുകൊണ്ട് വന്ന് കെട്ടിക്കും എന്ന് പറഞ്ഞ പോലെ പെന്തിക്കോസിലെ പിള്ളേരും ഓർത്തോണം, അല്ലെങ്കിൽ മുതിർന്നവരും. നിങ്ങൾ ദൈവത്തെ വിട്ട് എങ്ങനെ പോയാലും കുറേ നാൾ വിടും. അവസാനം ഈ വേലിക്കെട്ടിപ്പോയി അങ്ങ് ആപ്പിലായിപ്പോവും. അപ്പോഴേ തിരിച്ചു വരും. അതുകൊണ്ട് അങ്ങ് വിട്ടേക്കണം, പുറകെ പോയി നന്നാക്കാൻ പോരുത്. അപ്പോൾ യാക്കോബിന് ഇപ്പോൾ പരുവത്തിന് കർത്താവിന് കിട്ടി. വായിച്ചേ. യേശുവിന് ഒരു കൂട്ടമായി മതി. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവനെന്ത് ചെയ്തു? ഉടനെ തമ്പുരാൻ ഉപ്പ ഇപ്പോൾ മുട്ടുകുത്തി. വായിച്ചേ. എന്നെ അനുഗ്രഹിക്കണം. ഇല്ലയോ? അടിയനോട് കാണിച്ചിരിക്കുന്ന സകല ദയയ്ക്കും സകല വിശ്വസ്തതയ്ക്കും ഞാൻ അപാത്രം. ദൂതന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചവന്മാര് ശ്രദ്ധിച്ചു കേൾക്ക. ദൂതന്റെ മുമ്പിൽ പോയി അവിടെ പ്രാർത്ഥിച്ചില്ലയോ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. യാബോ കടവിൽ വെച്ച് 22. വായിര്. അന്ന് രാത്രിയിൽ അവൻ എഴുന്നേറ്റ് തന്റെ 2 ഭാര്യമാരെയും 2 ദാസിമാരെയും 11 പുത്രന്മാരെയും കൂട്ടി യാബോക്ക് കടവ് കടന്നു. അങ്ങനെ അവൻ അവരെ കൂട്ടി ആറ്റിന് അക്കരെ കടത്തി തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം തനിക്കുള്ളതിനൊക്കെ അക്കരെ കടത്തിയതിനു ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. നോക്കണം, അവൻ തന്നെ വന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകും. ഈ വിളച്ചിലെല്ലാം നിർത്തിക്കോണം. പെന്തിക്കോസുകാർ പ്രത്യേകിച്ച് കേട്ടോ. നിങ്ങളുടെ വിളച്ചിൽ ഒരുപക്ഷെ നിങ്ങളുടെ സഭാ ശുശ്രൂഷന് അറിയാതെ പോകും. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിക്ക് പിടികിട്ടത്തില്ല. അമ്മച്ചി വിചാരിക്കുകയോ പരമാർത്ഥിയുള്ള അത്രയൊക്കെ ബുദ്ധി മനുഷ്യർക്കുള്ളൂ. പക്ഷേ തമ്പുരാൻ പിടിച്ചാൽ നിന്നെ പിടിച്ചതായിരിക്കും. മനസ്സിലാവും? നിൻ്റെ സകല അഭ്യാസവും സമ്മതിച്ചതിന് ശേഷം മാത്രമേ തമ്പുരാൻ നിന്നെ അനുഗ്രഹിക്കത്തുള്ളൂ. അതുകൊണ്ട് ആരുടെയെല്ലാം പോയി പ്രാർത്ഥിച്ചാലും ഇവിടുത്തെ ഭാഷ കൊണ്ടൊക്കെന്നെല്ലാം പറഞ്ഞ് വേറൊരു ഭാഷയെ പ്രാർത്ഥിക്കാൻ പോരുത്. പ്രാർത്ഥിച്ച നല്ലതാണ്, പക്ഷേ പ്രതിഫലം കിട്ടണമെങ്കിൽ, കാര്യം നടക്കണമെങ്കിൽ തമ്പുരാൻ മുമ്പ് പോയി സറണ്ടർ ആയിക്കോണം. ഇപ്പോൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ പോയതാ. വായിക്കാം. അപ്പോൾ ഒരു പുരുഷൻ ഉഷസ്സാകുവോളം അവനോട് മല്ല് പിടിച്ചു, അവനെ ജയിക്കയില്ല. മല്ല് പിടിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ കൈകൊണ്ട് കുസ്തി പിടിക്കാന്നില്ല അർത്ഥം. യാക്കോബ് ഒരു ന്യായം പറയും, ദൂതനൊന്ന് പറയും, അവനൊന്ന് പറയും, ഇവനൊന്ന്. ഈ ചാനൽ ചർച്ചയിലെ പോലാണ്. ന്യായം പറഞ്ഞു, ഇയ്യോബിൻ്റെ ന്യായം കേട്ടില്ലേ, അതാ മല്ല് പിടുത്തു. അല്ലാതെ തമ്മിൽ കുസ്തി പിടിക്കുന്നില്ല അതിൻ്റെ അർത്ഥം. യാക്കോബ് ഓരോന്ന് നിരത്തി പ്രാർത്ഥിക്കും, ദൂതൻ അതിൻ്റെ അപ്പുറത്ത് പറയും. ഇങ്ങനെ പറഞ്ഞ് സമയം പോയി. ഇതുവരെയും യാക്കോബിന് അനുഗ്രഹം കിട്ടിയില്ല. അവൻ പറയേണ്ട പോയിന്റ് ഇതുവരെ പറഞ്ഞില്ല. നീ നിൻ്റെ ചേട്ടനെ വഞ്ചിച്ചോ നിൻ്റെ അപ്പനെ വഞ്ചിച്ചോ എല്ലാം കിടക്കുകയില്ല, അതെല്ലാം ഏറ്റു പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പഴയതെല്ലാം പൊക്കും കേട്ടോ. ഇപ്പോൾ ആരും എല്ലാം മര്യാദക്കാരാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും പണ്ടത്തെ ശേഷിക്കുന്നെങ്കിൽ എടുത്ത് കളഞ്ഞോണം. ഇല്ല, തമ്പുരാൻ പൊക്കുന്നൊരു ദിവസം വരും. വായിക്കാം. അവനെ ജയിക്കുകയില്ലേ എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ തുടയുടെ തടം തൊട്ടു. ഇവൻ ആരാ മോനെ? എബ്രായക്കാരനല്ലേ? അയ്യോ, ഇവൻ വാചോടി തുടങ്ങിയാൽ ദൂതം പോലും തോറ്റുപോയി. അവസാനം ഇവൻ വിചാരിച്ചെന്നാൽ ഇപ്പം ഏശാവെത്തിക്കളയും, എന്നാൽ പിന്നെ റാഹേലിനെ കൈക്ക് പിടിച്ച് ഓടാമെന്ന് വെച്ച് അടുത്ത പ്ലാനിട്ടപ്പോൾ ദൂതൻ
ദൂതൻ മർമ്മം അറിയാം, ഞരമ്പിന് കയറി ഒരു പിടുത്തം പിടിച്ചു. എഴുന്നേറ്റ് ഓടാനും പോയി, നടക്കാനും പോയി, ആകെ ആപ്പിലായിപ്പോയി. പണ്ട് ചൊക്കൻ ആപ്പിലായി പോയതായിപ്പോയി. ഇതാണ് കേട്ടിട്ടുണ്ടോ? ഒരു തടിയറപ്പുകാരൻ രണ്ടുപേരും പണ്ടത്തെ കാലത്ത് തടിയറത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുരങ്ങന്മാർ ഇത് കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ശ്രദ്ധിച്ച് പഠിച്ചല്ലോ. അപ്പോൾ ഇവർ ഉണ്ണാൻ പോയ സമയത്ത് ഒരു ആപ്പ് അടിച്ചു വെച്ചു. കാരണം ഈ ഇത് മുറിച്ച് തീർന്നിട്ടില്ല. ഇപ്പോൾ തമ്മി പോകാതിരിക്കാൻ വേണ്ടി ഒരാപ്പ് അവിടെ ഇടയിൽ വെച്ചിട്ടാണ് ഇവർ ഉണ്ണാൻ പോയത്. അപ്പോൾ ഈ കുരങ്ങൻ വലിയ കുരങ്ങനാണ്. അവൻ നോക്കിയപ്പോൾ ഇതിനെ ഒന്ന് ഊരിക്കളയണം. ഏതാ ഇവന്മാർ വെച്ചിരിക്കുന്ന ഈ ആപ്പ് ഊരണം. അതിന് രണ്ട് കുരങ്ങന്മാർ ചേർന്ന് പിടിച്ച് ആ പൂരി. പക്ഷെ രണ്ടിൻ്റെയും വാല് ഇതിനകത്തായിപ്പോയി. അതാണ് ചൊക്കൻ ആപ്പിലായിപ്പോയെന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പറയും ചൊക്കൻ ആപ്പിൽ. അപ്പോൾ ഈ ആപ്പിലാകുന്ന പണി ആരും ചെയ്തൊക്കെ കേട്ടോ. നിങ്ങൾ മറ്റുള്ളവൻ്റെ ആപ്പ് ഊരാൻ പോകുമ്പോൾ നീ ആയിരിക്കും ആപ്പിലാകപ്പെടുന്നത്. ഇപ്പോഴാണ് ആപ്പിൻ്റെ ബഹളമാണ് അല്ലേ? മൊബൈൽ മുഴുവൻ ആപ്പാണ്. അതുകൊണ്ട് ആപ്പ് വെക്കാൻ പോകരുത്. ചൊക്കൻ ആപ്പിലായതുപോലെ എല്ലാവർക്കൊരു ഉണർവ് വരാൻ വേണ്ടിയാണ് കേട്ടോ. ഇവന്മാർ 1.5 മണിക്കൂറൊക്കെ കുത്തിയിരിക്കണമെങ്കിൽ അവാർഡ് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാമെങ്കിൽ അവർ കണ്ട് ഇപ്പോൾ ഉണർന്നു, നല്ല റെഡിയായി, ഫ്രഷായി. അതിനുവേണ്ടിയാണ് കേട്ടോ, അല്ലാതെ താല്പര്യം ഉണ്ടായിട്ടല്ല. എനിവേ, അപ്പോൾ ആരും ആപ്പിലാകരുത് കേട്ടോ. മറ്റുള്ളവൻ ആപ്പ് വെക്കാൻ പോകുന്ന ഓർത്തോളം നീ അവൻ്റെ ആപ്പ് വരുന്ന സമയത്തിൽ നീ ആപ്പിലായിപ്പോവും. അപ്പോൾ ഉദാഹരണം ഓർത്തോണം. അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മുടെ ആളുകൾ ചിലർക്ക്. വചനമെല്ലാം മറന്നാൽ ഇതുപോലുള്ള പൊട്ട എക്സാമ്പിൾ പറയാമെങ്കിൽ അത് ആയുഷ്കാലം മറക്കത്തില്ല. 50 വർഷം കഴിഞ്ഞ് വന്നാലും പക്ഷേ അന്ന് പറഞ്ഞ ചൊക്കൻ ആപ്പിലായിപ്പോയി എൻ്റെ ഓർമ്മയുണ്ടെന്ന് പറയും. അതെങ്കിലും നന്നാകട്ടെ. അപ്പോൾ അങ്ങനെ അവസാനത്തിൽ പിടുത്തം പിടിച്ചു. വായിച്ചേ. ആകയാൽ അവനോട് മല്ലി പിടിക്കെ യാക്കോബിന്റെ തുടയുടെ തട ഉളുക്കിപ്പോയി. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞു. ദൂതന്റെ ടെക്നിക്ക് നോക്കിയേ. കർത്താവ് പറഞ്ഞു, ഞാൻ നിർമ്മലനോട് നിർമ്മലൻ, വക്രനോട് വക്രൻ. നീ വക്രനാണെങ്കിൽ തമ്പുരാന് ചില സ്വഭാവം കാണിച്ചു കൊടുക്കും. തമ്പുരാന് സ്വഭാവം അല്ല, നിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ദൂതൻ പറഞ്ഞു, എനിക്ക് പോകണം. കറക്റ്റ് 6 മണി വരെ എനിക്ക് ഡ്യൂട്ടി. ദൂതന്മാർക്ക് 6 മണിയാകുമ്പോൾ ഞാനവിടെ പോയി റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് വിടാൻ പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞു. ഉളുക്കിയിട്ടിട്ടല്ലേ വിട്ടിരിക്കുന്നത്. ഇപ്പം പോവോ? സമ്മതിക്കുമോ? വായിക്കാം. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഈ പരുവത്തിൽ എന്നെ ആക്കിയിട്ട് നീ പോകാൻ ഞാൻ സമ്മതിക്കുമോ? അതുകൊണ്ട് നീ അനുഗ്രഹം തന്നിട്ട് പോയാൽ മതി. അപ്പം ചോദിച്ചു, നിന്റെ പേര് പറയാൻ പറഞ്ഞു. വായിക്കാം. നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചു. ദൂതന് പേരറിയത്തില്ല. ദൂതന് പേരറിയാഞ്ഞിട്ടാണോ? ആണോ? അല്ല. കാരണം ഇവൻ പണ്ടൊന്ന് പേര് മാറ്റിയത് അറിയാമോ? ഇവൻ ഇടയ്ക്കിടയ്ക്ക് പേര് മാറ്റുന്ന സ്വഭാവമുണ്ട്. ഇവൻ പേര് മാറ്റിയതേ ഉള്ളൂ. ഇവൻ്റെ അമ്മായിപ്പൻ ഇവൻ്റെ ഭാര്യയെ മാറ്റിക്കളഞ്ഞു. നോക്കണം. അപ്പോൾ കൊടുത്താൽ എവിടെ കിട്ടും? കുമളി കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടും? കുമളിയിൽ കിട്ടിയില്ലെങ്കിൽ കോതമംഗലത്ത് കിട്ടും എന്ന അർത്ഥമുള്ളൂ. കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇവൻ്റെ പേര് മാറ്റിയതേ ഉള്ളൂ. പക്ഷെ അവൻ്റെ അമ്മായിപ്പൻ അവൻ്റെ ഭാര്യയെ മാറ്റിക്കളഞ്ഞു. ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയാണ് ഈ വേദപുസ്തകം വെച്ചിരിക്കുന്നത്. അവൻ്റെ അപ്പൻ്റെ അടുത്ത് നിന്ന് വെച്ചും പേര് മാറ്റിയില്ലേ? സ്വന്തം അപ്പൻ്റെ അടുത്ത് എന്ന് വെച്ചു, നീ ആരാ മോനെ? ഞാൻ ഏശാവാന്നേ. ഇപ്പം മിമിക്രി ഭയങ്കരമായി. മറ്റുള്ളവരുടെ ഇത് മിമിക്രിക്കാർ ചെയ്യുന്ന പോലെ ഏശാവിൻ്റെ ശബ്ദത്തിൽ അവിടെ മിമിക്രി. ഞാൻ ഏശാവാണെന്ന്. നോക്കണം. എടാ, നിൻ്റെ ശബ്ദം കേട്ടിട്ട് യാക്കോബിനെ പോലെ ഇരിക്കുന്നു. നിൻ്റെ കൈ നോക്കിയിട്ട് രോമം. തള്ള പറഞ്ഞു കൊടുത്ത പരിപാടി. ഇങ്ങനെയുള്ള തള്ളമാരുണ്ടെങ്കിൽ മക്കൾ എങ്ങനെ വരുമെന്ന് ചിന്തിച്ചു കേട്ടോ. നിങ്ങളിങ്ങനെ മക്കളെ സ്വർഗത്തിൽ വിടാനാണോ അതോ ഇതുപോലെ ആപ്പ് പറഞ്ഞു കൊടുക്കുന്നവരാണോ? ചിന്തിച്ചു നോക്കിയേ. നല്ല പരുവത്തിന് തള്ളയാരാ മോശക്കാരിയാന്ന്. ആട്ടിറച്ചിയെ കാട്ടിറച്ചിക്ക് രുചി പിടിപ്പിക്കുന്ന പാർട്ടികളാണ് കേട്ടോ. ആടിനെ കൊണ്ടുവന്നിട്ട് കാട്ടിറച്ചിയുടെ രുചിയിൽ പാകം ചെയ്ത് പോകാൻ കഴിവുള്ളവളായിരുന്നു ആര്? റബേക്ക. അങ്ങനെയുള്ള പുള്ളികളുണ്ട്, സൂക്ഷിച്ചോണം. പക്ഷെ വഴിയിൽ അവസാനിച്ചു. യാക്കോബിനെ പിന്നെ ആയസിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നും കൂടെ നിർത്താൻ വേണ്ടി കാണിച്ച അഭ്യാസമാണ്. പക്ഷെ അവൾക്ക് പിന്നെ ആയസിൽ യാക്കോബിനെ തൻ്റെ അടക്കത്തിന് പോലും വരാൻ കഴിഞ്ഞില്ല. പക്ഷെ അപ്പൻ നീതിമാനായതുകൊണ്ട് 2 പിള്ളേർ സന്തോഷത്തോടെ ചേർന്ന് അവനെ അടക്കി. പൈസേ എന്നെ വിടണം. എന്നെ വിടുക, ഉഷസ് ഉദിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്ത് എന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു. നേരത്തെ അപ്പനോട് പറഞ്ഞു എന്താ? അന്ന് പേര് മാറ്റി. അന്നെന്തായിരുന്നു? നിന്റെ പേരെന്നാന്ന് ചോദിച്ചപ്പോൾ ഏശാവ്. ഇതിലാരാടാ നീ? ഏതാ? ഇപ്പൊ ഗതികെട്ട് സമ്മതിച്ചു, ഞാൻ യാക്കോബാണേ. സാധുവാ. ഒരിടത്ത് ഇപ്പം ഞാൻ വെറും പൊട്ടനും സാധു. ഈ സാധുക്കളാണല്ലോ ഈ മണ്ഡലത്തിൽ മുഴുവൻ ഒപ്പിക്കുന്നത്. വെറും സാധു. അതുകൊണ്ടാണ് ചേട്ടൻ
ആദ്യമേ ഗർഭപാത്രത്തിൽ വെളിയിൽ പോയപ്പോൾ കയറി കുതികാലേറി പിടിച്ചു. അത് ദേഷ്യം കൊണ്ടല്ല, എടാ എന്നെ ഇട്ടിട്ട് പോകലടാ എന്നാ പറഞ്ഞിട്ട് അവൻ വിചാരിച്ച് ഇവനോട് ഇട്ടിട്ട് പോകാമെന്ന്. അങ്ങനെ കയറി പിടിച്ചു. നമ്മൾ വ്യാഖ്യാനിക്കുന്നത് അവന് കുതികാലിന് കയറി പിടിച്ചു. അങ്ങനെയല്ല, യാക്കോബ് സാധുവാണ്, അതുകൊണ്ടാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത്. അവൻ പൊട്ടനും സാധുവായതുകൊണ്ട് അവനെ സഹായിക്കേണ്ട ദൈവത്തിൻ്റെ ഡ്യൂട്ടി. ഏശാവിന് എൻ്റെ ആവശ്യമില്ല. ഏശാവിന് ജന്മസിദ്ധമായിട്ട് തന്നെ കാര്യങ്ങൾ നടത്താനുള്ള കൃപയുണ്ട്. ഇപ്പം നമ്മളെയൊക്കെ പിടിച്ച് അങ്ങനല്ലേ, കൊള്ളാരുതത്തും വേണ്ടാത്തതും തല്ലിപ്പുളികളെയും പ്രയോജനമില്ലാത്തവന്മാരെയൊക്കെയാണ് പെന്തിക്കോസ് കൊണ്ടിരുന്നത്. അതാണ് ദൈവത്തിന് ഇഷ്ടം. 99 വിട്ടിട്ട് കാണാതെ പോയതിനെ. കർത്താവ് സ്വർഗ്ഗത്തിൽ പോയപ്പോൾ ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് പോയ പാർട്ടിയാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള സകല കള്ളന്മാരെയും പെന്തിക്കോസ് കൊടുത്തിട്ടുണ്ട്. ഇനി മര്യാദയ്ക്ക് ജീവിച്ചോണം, അഭ്യാസം ഉറക്കരുത്. അപ്പോൾ യാക്കോബ് സമ്മതിച്ചു, അവനെ അനുഗ്രഹിച്ചു. നോക്കണം, യേശാവിനെ കണ്ടു. ഇവൻ്റെ അഭ്യാസമൊന്നും അവിടെ ആവശ്യമില്ലായിരുന്നു. യേശാവ് വന്ന ഉടനെ എന്ത് ചെയ്തു? കഴുത്തിന് കയറി കെട്ടിപ്പിടിച്ചു. കഴുത്തിന് പിടിച്ചതല്ല, അവനെ വായിച്ചാ വാക്യം. യേശാവ് വന്നവനെ കണ്ട ഉടനെ കഴുത്തിന് കയറി കെട്ടിപ്പിടിച്ചു. താഴെ വായിരേ 33:4 വായിച്ചേ. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം വീണ് നമസ്കരിച്ചുകൊണ്ട് തൻ്റെ സഹോദരനോട് അടുത്ത് ചെന്നു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു. ഇങ്ങനെ ചില പുള്ളികളുണ്ട്, എത്ര വേണേലും കുമ്പിട്ട് കിടന്നോളും. കാര്യം സാധിക്കാൻ വേണ്ടി എത്ര വേണേലും മറ്റുള്ള മുമ്പിൽ കുമ്പിടും. സാധുവായതുകൊണ്ടാണ് കേട്ടോ. ഇവനറിയാം തല്ല് കിട്ടും. ഏശാവ് യവനെ പോലല്ല, അമ്മയുടെ ഞുറിച്ചിലിന് കീഴിൽ വളർന്നവനല്ല, അവൻ്റെ അപ്പൻ്റെ കൂടെ വളർന്നവനാണ്. ഈ അപ്പൻ്റെ കൂടെ വളർന്ന പിള്ളേരും അമ്മയുടെ ഞുറിച്ചിലും കഴിയുന്ന പിള്ളേർക്കും തമ്മിൽ വ്യത്യാസമാണ്. ഈ സൂത്രം അഭ്യാസം എല്ലാം തള്ളമാരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പലതും. എല്ലാ തള്ളമാരും ഒന്നും അല്ല കേട്ടോ. മോശയെ തള്ള പഠിപ്പിച്ചത് വചനമാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ചില തള്ളമാരുണ്ട്, നമ്മുടെ പെന്തിക്കോസിലുണ്ട്. എങ്ങനെയാ പിള്ളേരെ അഭ്യാസം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. പെമ്മക്കും ആമ്മക്കും കൊടുക്കും. സൂക്ഷിച്ചോണം കേട്ടോ. വായിക്കാം. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവന്റെ കഴുത്തിൽ വീണു, അവനെ ചുംബിച്ചു. പിടിക്കാൻ വന്നവനായിരുന്നു, പണ്ട് കഴുത്തിൽ പിടിക്കേണ്ടവനായിരുന്നു. പക്ഷേ ഏശാവിനെ ദൈവം പരിവർത്തനം ചെയ്തു. അവനിപ്പോൾ ഒരു നല്ല വിശുദ്ധനായി മാറി. സാഹോദര്യ സ്നേഹം എതിരേൽക്കാൻ വന്നവനാണ്. അവൻ കഴുത്തിൽ പിടിച്ച് ആലിംഗനം ചെയ്തു. വായിക്കാം. അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. പിന്നെ അവൻ തലപൊക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് 10-ാം വാക്യം വായിച്ച്. ഇപ്പോൾ അതിന് യാക്കോബ് സ്തംഭിച്ച് നിൽക്കുകയാണ്. അന്നത്തെ ഏശാവല്ലല്ലോ ഇത്. ഏശാവിൻ്റെ മുഖത്തൊന്ന് കണ്ണെടുക്കാൻ അവൻ ഒക്കുന്നില്ല. അവൻ നോക്കിയപ്പോൾ പഴയ ഏശാവല്ല. അവൻ പറഞ്ഞൊരു സാക്ഷിയുണ്ട്, വായിച്ചേ. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം. 10-ാം വാക്യം. 10-ആണോ? നിന്റെ മുഖം. അത് തന്നെ വായിച്ചേ. അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും. അപ്പോൾ ഏശാവ് സ്വയം വരുത്തി വെച്ചൊരു മുഖമുണ്ട്. മറ്റുള്ളവർ ചെയ്ത ദോഷവും അവൻ അന്നേ വിട്ടിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇടയ്ക്ക് കുറേ കാലം ആ മുഖം കൊണ്ട് നടന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ദൈവം അവനെ സ്നേഹിച്ചു. അവൻ ആ മുഖം കളഞ്ഞു. അവനോട് ക്ഷമിച്ചു കൊടുത്തു. അവനെ സ്നേഹിച്ചു. അപ്പോൾ ക്ഷമയും സ്നേഹവും, അതാണ് യേശു ക്രിസ്തു കാൽവരിയിൽ തൻ്റെ ചങ്ക് തുളച്ചപ്പോൾ ഒരു തുള്ളി രക്തവും പിന്നെ വെള്ളം. ഇതാണ് സുവിശേഷം. ഇതിൽ കവിഞ്ഞ് ഒരു സുവിശേഷവുമില്ല. ഞങ്ങളൊക്കെ സിയോനെ പഠിപ്പിക്കും, വെളിപ്പാട് ദിവസം 12 പഠിപ്പിക്കും, 14 പഠിപ്പിക്കും, 20 എല്ലാം പഠിപ്പിക്കും. പക്ഷേ സംഗതി ഇത്രയേ ഉള്ളൂ. എന്താ ഈ 66 വേദപുസ്തകത്തിൻ്റെ ഇതൊരു ജ്യൂസ് സ്പെഷ്യൽ ഇട്ടുവിട്ടാൽ 2 കപ്പിനകത്ത് വരുന്ന ഇതേ ഉള്ളൂ. ഒന്ന് രക്തം, വെള്ളം, ക്ഷമയും സ്നേഹവും. ഇതിലെല്ലാം അടങ്ങിയിരിക്കുക. ക്ഷമിക്കാനും സ്നേഹിക്കാനും നമുക്ക് കൃപയുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അല്ലാതെ ഈ പറഞ്ഞ ഉപദേശങ്ങൾ മുഴുവനും യൂട്യൂബിൽ കയറി ചെറിയാകുഞ്ഞ് പ്രസംഗിച്ച മുഴുവൻ ഉപദേശവും നിങ്ങൾ പഠിച്ചാലും ഈ 2 കാര്യമില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. ഒരുപാട് പേര് പറയും, പാസ്റ്ററെ നിർത്തരുതേ, ഞങ്ങൾക്കിത് കേൾക്കണം. ആരാധനയോട് അയച്ചേർന്നൊക്കെ പലരും പറയുന്നുണ്ട്. സംഗതിയൊക്കെ ശരിയാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. എന്താ? ക്ഷമിക്കാനും സ്നേഹിക്കാനും സാധിച്ചാൽ, ഇതാ വൈരാഗ്യവും കൊല്ലാൻ നടന്ന ഏശാവ് ദൈവത്താൽ വിശദീകരിക്കപ്പെട്ടപ്പോൾ തൻ്റെ സഹോദരൻ ക്ഷമിച്ചു കൊടുത്തു. ക്ഷമിക്കുന്നതിന് ഏത് മുഖമുണ്ട്? ക്ഷമിക്കുന്നതിന് ആരുടെ മുഖമാണ്? ദൈവത്തിൻ്റെ മുഖം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മുഖമാകണമോ? മറ്റുള്ളവരോട് ക്ഷമിക്കുക, സ്നേഹിക്കുക. ഇതാണ് സ്വാതന്ത്ര്യം. ഈ മുഖത്തിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിച്ചുകൊണ്ട് ജയാളികളായി മനുഷ്യനായി ജീവിക്കുക. നീ ഹൈന്ദവനോ ഇസ്ലാമോ ക്രിസ്ത്യാനിയോ പെന്തക്കോസ്തോ എന്തുമായിക്കോട്ടെ, നിനക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ക്ഷമിക്കാനും കഴിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ മുഖം, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവനായി മാറും. അല്ലാത്തവൻ പൈശാചിക സ്വഭാവമുള്ളവനായി മാറും. പിശാചിൻ്റെ മകൻ. ഇവിടെ 2 ഉള്ളൂ. ഒന്നുകിൽ നിനക്ക് ദൈവത്തിൻ്റെ മകനായി തീരാം, അല്ല പിശാചിന്. ഇവിടെ പെന്തക്കോസ്തെന്നോ ക്രിസ്ത്യാനിയെന്നോ ഹിന്ദു എന്നോ മുസ്ലിമെന്നോ ഇല്ല.
ഒന്നുകിൽ നീ ദൈവത്തിൻ്റെ മകൻ അല്ല പിശാചിൻ്റെ മകൻ. ഇതിലേത് വേണം തീരുമാനിച്ചു. ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ഇനി വീണ്ടും എന്ത് ചെയ്യരുത്? അടിമമുഖത്തിൽ കൊടുക്കരുത്. സ്തോത്രം ചെയ്യാം. അടിമകളല്ല ഇനിമേൽ നാമം ജയവീരനേശുവിൻ തലയെ. അടിമകളല്ല ഇനിമേൽ നാമം ജയവീരനേശുവിൻ തലയെ. നിർണയം ജയത്തിനല്ലോ സകലരും അവനീക്കത്തനേറ്റു പറഞ്ഞു വണങ്ങൂ. അടിമകളല്ല ഇനിമേൽ നാം ജയവീരനേശുവിൻ തണയെ. അടിമകളല്ല ഇനിമേൽ നാം ജയവീരനേശുവിൻ തണയെ. സകലരും ഒരുപോൽ അവനെ കർത്തനേറ്റു പറഞ്ഞു വണങ്ങൂ. സകലരും ഒരുപോൽ അവനെ കർത്തനേറ്റു പറഞ്ഞു വണങ്ങൂ. അടിമകളല്ല ഇനിമേൽ നാം ജയവീരനേശുവിൻ തണയെ. അടിമകളല്ല ഇനിമേൽ നാം ജയവീരനേശുവിൻ തണയെ. സകലരും ഒരുപോൽ അവനെ കർത്തനേറ്റു പറഞ്ഞു വണങ്ങൂ. സകലരും ഒരുപോൽ അവനെ കർത്തനേറ്റു പറഞ്ഞു വണങ്ങൂ. സകലരും ഒരുപോൽ അവനെ കർത്തനേറ്റു പറഞ്ഞു വണങ്ങൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.